For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുകയാണ്. ഇന്ന് തിരുവോണൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എല്ലാവരുടെയും വീട്ടിലേക്ക് സദ്യയൊക്കെ കഴിച്ച് വിരുന്നുകാരൊക്കെ വരാനുള്ള ഒരു സമയവുമായി എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എനിക്കും സാധാരണഗതിയിൽ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഈ സദ്യ ഉണ്ണാനും ഈ തിരുവോണ ദിവസം അടിച്ചു പൊളിക്കാനൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അതാരൊക്കെയാണെന്നല്ലേ ഇപ്പം എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരെല്ലാവരും നമ്മളെ പകലകം മുഴുവൻ റിസോർട്ടിൽ വെയിറ്റിംഗ് ആണ് നമ്മളെ കാത്ത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഓണക്കളികളൊക്കെയുമായിട്ട് നമ്മൾ കുറച്ച് നേരം അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓണം കളറാക്കാൻ പോവുകയാണ്. ഓണം നല്ല ഓണം. ഇതാണ് പകലകം മുഴുവൻ റിസോർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. എന്തായാലും എന്താ പറയാ, ഈ ഒരു റിസോർട്ട് കാണുമ്പോ തന്നെ ഈ ഒരു തൂതപ്പുഴയുടെ ഓരത്ത് ഇങ്ങനെ ഒരു റിസോർട്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണുമ്പോ തന്നെ നമുക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ അടിക്കാൻ ആയതുകൊണ്ടല്ലേ ഒരു എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സൈലൻസ് ആണ്. കുറച്ച് ഈ തിരക്കുകളും അതേപോലെ ബഹളങ്ങൾക്കിടയിലൊക്കെ ഒന്ന് ശാന്തമായിട്ട് വന്നിരിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്ഥലം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇടമാണ് പകലകം മുഴുവൻ റിസോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഓണാഘോഷം തന്നെ ഇവിടെ നടത്താനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്തതാണ്. ഇപ്പൊ തനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് ഗസ്റ്റുകൾ ആരൊക്കെയാണ്? ഗസ്റ്റുകള് നമ്മളിപ്പോ പറയണോ? വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഗസ്റ്റുകൾ മാത്രമല്ല, നമ്മൾ വേറെ എന്തൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്തു? നമ്മുടെ തിരുവോണ ആഘോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് വെറൈറ്റി ആണ്. കുറച്ച് വെറൈറ്റി പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകര് ഒട്ടും പ്രതീക്ഷിക്കാത്ത, എന്നാൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ചില ആളുകളാണ് നമ്മളോടൊപ്പം ഇന്ന് ഓണാഘോഷിക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അവരോടൊത്തുള്ള കുറച്ച് ഗെയിംസ്, പിന്നെ കുറച്ച് ടോക്ക് ഷോ, അങ്ങനെ കുറച്ച് അടിപൊളി പരിപാടികളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അത് മാത്രം പോരാ, നമുക്ക് അതിന്റെ ഇടയിൽ കുറച്ച് പാട്ടൊക്കെ പിന്നെ നിങ്ങളുടെ പാടില്ലേ? ഞാൻ നന്നായിട്ട് പാടും. ഓക്കെ, പാടരുത്, ഞാൻ പാടരുത്. നമുക്ക് വേറെ ആളുകളെ ഡാൻസ് കളിക്കണം. തീർച്ചയായും കുറച്ച് ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour അടിച്ചു പൊളിക്കാം അല്ലേ? നമുക്ക് രണ്ടുപേരും പാട്ട് പാടി തുടങ്ങിയാലോ? അത് വേണോ? പ്രേക്ഷകരെ ഇപ്പൊ തന്നെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കണോ? വേണ്ട. പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ഈ ഓണാഘോഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. വെറുതെ ട്രോളാനായിട്ടുള്ള ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ട്രോളുകളുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഈ സത്യത്തിലേ ആര്യനെ ട്രോളുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചാനലിനെ ട്രോളുന്നുണ്ട്, എന്നെ ട്രോളുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഭീകര ട്രോളുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു ഹരമല്ലേട്ടാ. ഹരമൊക്കെയാണ്, പക്ഷെ ഇടയ്ക്കൊക്കെ കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ഞാനൊക്കെ ഇടയ്ക്ക് നമ്മളെ വാർത്തകളൊക്കെ എടുത്ത് കാണുമ്പോഴേ അതിനിടയിൽ കംപ്ലീറ്റ്ലി കണ്ടന്റുകള് നമ്മളെ ചാനലിനെ ഞാനൊരു പ്രത്യേകതരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊപ്പി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതെന്തായാലും ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് എന്തായാലും അടിപൊളി, അവർക്ക് പ്രത്യേക ഓണാശംസ. അപ്പൊ ഇതാണ് പകലകം റിസോർട്ട്. ഇതിന് തൊട്ടടുത്ത് പോകുന്നത് തൂതപ്പുഴയാണ്. ഈ തൂതപ്പുഴയുടെ ഒരു തീരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മനോഹരമായ, ഗംഭീരമായിട്ടുള്ളത്. കാരണം ഇതൊരു കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു ശാന്തതയാണ്. അതെ അതെ, തൂതപ്പുഴയോരത്ത് ഇങ്ങനെ വന്ന് സ്റ്റേ അടിച്ചിട്ട് കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു ശാന്തതയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ഫാമിലികൾക്കും ഈ ഒരു അനുഭവം അത് കുറെ നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ പകലകം റിസോർട്ട് നമുക്ക് തരുന്നത്. നമ്മളെ ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള ചെയർ റെഡിയാണ്, നമ്മളെ ആംബിയൻസ് റെഡിയാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഗെയിംസും, നേരത്തെ പറഞ്ഞ പോലെ ആര്യ പറഞ്ഞ പോലെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ റെഡിയാണ്, റെഡിയായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും എപ്പോഴും ഒരു പാട്ട് പാടാൻ വേണ്ടിക്കൊണ്ടിരിക്കുന്നു. പാടണ്ട, പാട്ട് വേണ്ട. അപ്പൊ എന്തായാലും പാട്ട് കുറച്ചായിട്ട് പാടാം. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട ഗസ്റ്റുകളാണ്. ആ ഗസ്റ്റുകൾ ആരൊക്കെയാന്ന് കാത്തിരിക്കാൻ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? കട്ട വെയിറ്റിംഗ് ആണ്. യെസ്, നിവ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഓണം നല്ല ഓണം അല്ലേ? പ്രസന്റഡ് ബൈ ഫിനിക്സ് കരിയർ സൊല്യൂഷൻ, ഇവാക്ക ഫാഷൻ ഷോ. എന്തായാലും സ്വാഗതം പ്രിയപ്പെട്ട മലയാളികൾക്ക്, വൺ ന്യൂസ് ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്.
പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓഫറുകളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഡെയിലി വിയർ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾക്കും പണിക്കൂലി 1% മുതൽ. സിംഗപ്പൂർ, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% വരെ മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. മെഗാ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ ഡിസ്കൗണ്ട്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷകാലം നിവ ഗോൾഡിനോടൊപ്പം. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം. ചേട്ടൻ കേരളവന്നു പഴംപൊരി വിരുമ്പി തിന്നു. മലയാള പാട്ട് പാട ചൊന്നാ മലയാളത്തെ പൊന്നു. തങ്കച്ചി തമിഴുக்கு வாமா, சந்தத்துல சேர்ந்துக்கோமா. பரோட்டா சாலுன வாங்கி தாரேன், കൊണ്ടാടിടുவோமா. അടിപൊളി. മലയാളക്കര മനസ്സാകെ വിളിക്കുന്നു, കേരള നാട്ടിൻ രുചിയോ മയക്കുന്നു. സിനിമ സ്നേഹത്തിൽ ഊരെയൊന്നായി വാഴുന്നു, ഇങ്കലാലേട്ടനും മമ്മൂക്കയും വാഴുന്നു. കരിമീനും ചോറും കറിയും കളരിയും കഥകളിയും വേറെ എന്ത നാട്ടിൽ ഉണ്ട് കുറയ്യ. ആരോമലെ പാട്ട് പാടിയാൽ അപ്പുഴയിൽ ജെസ്സിയെ തേടി ഊര് പക്കം കൊഞ്ചം വന്ന് പറയാ. ചേട്ടൻ കേരളം വന്നു പഴംപൊരി വിരുമ്പി തിന്നു. മലയാള പാട്ട് പാട ചൊന്നാ മലയാളത്തെ കൊന്നു. തങ്കച്ചി തമിഴുக்கு வாமா, சந்தத்துல சேர்ந்துக்கோமா. பரோட்டா சாலுன வாங்கி தாரேன், കൊണ്ടാടിടുவோமா. ഞാനങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ തിരുവോണ ദിവസം വീട്ടിൽ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ സദ്യ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഗംഭീരമായിട്ടൊരു വിഭവം മധുരം ഉള്ള ഒരു വിഭവം കൂടി നമുക്ക് വന്യൂസിന്റെ ഭാഗം ഒന്ന് കൊടുക്കാം. ഒരു അതിമധുരമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു വിഭവം കൂടി. അതെ, തീർച്ചയായിട്ടും ഈ ഒരു തിരുവോണ ദിവസം നമ്മുടെ കൂടെ ഈ ഒരു ദിവസം ആഘോഷിക്കാൻ നമ്മുടെ കൂടെ പാട്ടും നല്ല മധുരമുള്ള പാട്ടുകളുമായി നമ്മുടെ കൂടെ ചേരുകയാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അമൃതയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാം. അമൃതയുടെ പാട്ടുകൾ തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറുപ്പുളശ്ശേരിക്കാർക്കൊക്കെ സുപരിചിതയായിട്ടുള്ള ഒരാൾ കൂടിയാണ് അമൃത. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അന്നത്തെ അതിഥികൾ എല്ലാവരും നമുക്ക് വിളിച്ചാലോ? അതിഥികൾ ആരാന്ന് മനസ്സിലായില്ലേ? ശരി, അതിഥികളെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. യെസ്, അപ്പോ അധികം ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ കൗൺസിലർമാർ, അതായത് ചെയർപേഴ്സണും വൈസ് ചെയർമാനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നമുക്ക് കൂടെ വണ്ണോണം നല്ലോണം ആഘോഷിക്കാൻ ഈ ഒരു തിരുവോണ ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവരെ നമുക്ക് ആദ്യം നമ്മുടെ സ്ഥലത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നിവ ഗോൾഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു വണ്ണോണം നല്ലോണം ഇൻ അസോസിയേഷൻ വിത്ത് ഇവോക്ക ഫാഷൻ ആൻഡ് ഫിനിക്സ് കരിയർ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ നമുക്ക് വെറുതെ അങ്ങ് ചുമ്മാ പോണ്ട, ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോവാം. റെഡി? യെസ്, വാ. ും
ബ്രഹ്മാണ്ഡ ഓഫറുമായി അറ്റ്ലസ് ഫാഷൻ 3000 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓഗസ്റ്റ് 7 മുതൽ 12 വരെ ആദ്യം പർച്ചേസ് ചെയ്യുന്ന 500 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓരോ ദിവസവും 500 കോട്ട് സെറ്റ് വീതം 6 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭിക്കും. അറ്റ്ലസ് ഓണം ബമ്പർ ഓണം. ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ 10 പേർക്കായി, 100 ഫ്രിഡ്ജ് 100 പേർക്ക്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഓണം സ്റ്റൈലാക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകൾ വെറും 19 രൂപ മുതൽ 999 വരെ മാത്രം. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻ, ഫാഷനും സൂപ്പർ ഓഫറുകളും ബമ്പർ ഭാഗ്യവും ഈ ഓണം അറ്റ്ലസിനോടൊപ്പം ആഘോഷമാക്കാം. അറ്റ്ലസ് ഫാഷൻ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. അപ്പൊ നിഖിലേട്ട, അമൃതയുടെ പാട്ടോടുകൂടി നമ്മൾ കാത്തിരുന്ന അതിഥികൾ ഇവിടെ എത്തി. നമ്മുടെ നഗരസഭയിലെ കൗൺസിലർമാർ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ ഈ തിരുവോണ ദിനത്തിലുള്ള അടുത്ത പ്രോഗ്രാം? എന്താണ്? ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്താ അറിയോ, നമ്മൾ ഈ കൗൺസിൽ യോഗങ്ങളിലൊന്നും ഇങ്ങനെ ഇടകലർന്നിരിക്കുന്നത് കാണാറില്ല. ഇങ്ങനെ ഇടകലർന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഒരു സൗഹൃദമാണ് അല്ലേ ഷെമിജിക്ക? സൗഹൃദമാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മളെ CP ചെയർപേഴ്സൺ KT ജംഷിയ നമുക്കൊപ്പം ഉണ്ട്. ഒരു ഓണ വിശേഷം ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഒരു കാര്യമുണ്ട്, ഈ ചെയർപേഴ്സൺ നല്ലൊരു കർഷക കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഓണത്തെ കുറിച്ചിട്ട് കാർഷിക സമൃദ്ധിയുടെ ഒരു കാലം കൂടിയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചെയർപേഴ്സന് ആ ഒരു അനുഭവം കൂടി പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കേണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ ഒരു ഓണക്കാലത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ എന്താണ് ഓർമ്മ വരുന്നത്? ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരെ സദ്യ തന്നെയല്ലേ. സദ്യ ഓക്കെയാണ്. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? അവിയൽ. ഓക്കെ. അതാണ് ഓണം എന്ന് പറയുമ്പോൾ സദ്യയാണ് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മള് ചെയർപേഴ്സണോട് ചോദിച്ചത് എനിക്ക് ശ്രീകോട്ടനോട് ചോദിക്കണം അല്ലേ, വൈസ് ചെയർമാൻ? ഓണത്തിന്റെ വിശേഷം ഏവരും സമൃദ്ധിയായ ഓണാഘോഷം നമ്മൾ നടത്തുമ്പോൾ കേരളീയർക്ക് അഭിമാനപൂർവം അതിൽ നമുക്ക് നടത്താനുള്ളത് ഏറ്റവും മതേതരത്വത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ പഴയ ആ നല്ല കാലത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് തന്നുള്ള പൈതൃകം, ആ മാധൂര് വയ്ക്കുന്നത്, ആ പഴയ ആ ഓലക്കൊട, ഇതൊക്കെ മനസ്സിലിങ്ങനെ വരും. എന്തായാലും വളരെ കേരളീയരെ എല്ലാ വിഭാഗക്കാരും വളരെ സന്തോഷത്തോടു കൂടി മലയാളിയുടെ ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുന്നതിനെ മനസ്സിൽ വരുന്നത് എന്നതാണ് പറയാൻ. യെസ്. അപ്പൊ എന്തായാലും ശ്രീകോട്ടം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പാടില്ല എന്നാണ് എപ്പോഴും പറയാറ് എന്നോടുള്ളത്. അപ്പൊ എന്നാൽ പോലും ഇസാക്ക, ഓണത്തിന്റെ വിശേഷം 2 വാക്കുകൾ പറയണം. ആദ്യമായി ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച, ഓണത്തിന് ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകിയ വൺ ന്യൂസ് ചാനൽ പത്രപ്രവർത്തകരെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. നാട്ടിൽ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. മലയാളി ഇല്ലാത്ത നാടില്ല. ചന്ദ്രനിൽ വരെ ചായക്കട ഉണ്ടെങ്കിൽ അവിടെ മലയാളി ഉണ്ടാവും എന്നാ പറയുക. അപ്പോൾ മലയാളികൾ എത്തിപ്പെടാത്ത ഒരു പ്രദേശവും നമ്മുടെ ഭൂലോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഓണം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ വരുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ, അങ്ങനെയാണല്ലോ മാവേലി നാട് വാണിയിടും കാലം അല്ലേ, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണല്ലോ പറയുക. 4 വരി ആവാം. അത് വേണ്ട, 2 വരി മതി. അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓണാഘോഷം നടക്കുന്നത്. സർക്കാർ അതിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നഗരസഭ അത് ഓണാഘോഷം നന്നായി നടക്കാൻ നാട്ടിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ തന്നെ മുഴുവൻ ആളുകൾക്കും അത് സന്തോഷകരമായ രീതിയിൽ വരുമ്പോൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെക്കാളും ഒക്കെ ഉത്തരവാദിത്തം ഇക്കാര്യത്തിലുണ്ട്. ഈ ആഘോഷം നന്നായി നടക്കാൻ, ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള വേർതിരിവില്ലാതാക്കാൻ, അതിനുകൂടിയാണ് തിരുവോണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും സന്തോഷം. ഓക്കെ, ഇനി ഇസാഖൊക്കെ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓണത്തെ കുറിച്ച് ചോദിക്കാൻ താല്പര്യം ആരോടെന്നറിയോ? ജയൻ മാഷോട്. കാരണം എന്താ അറിയോ, മാഷ് ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ജയൻ മാഷ നോക്കാൻ തോന്നും. ഇപ്പൊ ജയൻ മാഷ് 2 വരി പാട്ട് പാടിയിട്ട് ഓണത്തിന്റെ വിശേഷം പറയണം. എന്റെ റിക്വസ്റ്റ് ആണ്, 2 വരും. ഏതായാലും കുഴപ്പമില്ല, ഏതായാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചൊക്കെ കൊണ്ട് പാടിപ്പിക്കും. യെസ്, അത് പാടാം. അത് എന്തായാലും ജയൻ മാഷ് 2 വരി. ഓക്കെ.
ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം 2 വരി പാടിക്കോളൂ. പാട്ട് രശ്മി ടീച്ചർ പാടിയതിനു ശേഷം പാടാം. ഓണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് കുറേ സുഖദുഃഖങ്ങളൊക്കെ ഒരു വർഷത്തിൽ നമുക്ക് പല രീതിയിലും ഉണ്ടാവാറ്. പക്ഷെ അതെല്ലാ ദുഃഖങ്ങളെ മാറ്റി സന്തോഷത്തോടു കൂടി എല്ലാവരും എല്ലാ ഭേദവ്യത്യാസങ്ങളൊന്നും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓണം ദേശീയോത്സവമാണ്. ദേശീയോത്സവം അല്ല, ശരിക്ക് ഇസാഖയൊക്കെ പറഞ്ഞ പോലെ എല്ലാവരുടെയും, ലോകത്തുള്ള എല്ലാ മലയാളികളും ഒറ്റ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഓണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓണാഘോഷം ശരിക്ക് നമ്മുടെ ഓർമ്മകളുടെ ഒരു അയവിറക്കലാണ് ശരിക്കും ഓണം. ഓർമ്മകളില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഓണം ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ഈ ഓണം എന്ന് പറയുന്നത് നമ്മളെ ഗൃഹാതുര സ്മരണകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെങ്ങനെ വിളിച്ചുണർത്തുമ്പോഴാണ് ആ ഓണം എപ്പോഴും മാധുര്യമുള്ള ഒരു അനുഭവമായിട്ട് മാറുന്നത്. ഓരോ ഓണവും, അപ്പോൾ ഈ ഓണം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഓണം നാളത്തെ നമ്മുടെ നല്ലൊരു ഓർമ്മയാണ്. നാളത്തെ നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരു പുതിയ ഒരു ഏടാണ് നമുക്ക് ഈ ഇന്നത്തെ ഓണം. അത് ഓരോ വർഷത്തെയും നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓരോ ഓണം നമ്മൾ അധികം ഉണ്ടതാന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ ആ ഓണം അധികം ഉണ്ണുകയാണ്. ഈ വർഷത്തെ ഓണം കൂടി അധികം ഉണ്ണാൻ സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് സഹജീവികളായിട്ടുള്ള ഒട്ടനവധി പല വിഷയങ്ങളിലും പെട്ടുകൊണ്ട്, പല അപകടങ്ങളിലും പെട്ടുകൊണ്ടൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന, പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം കേരളത്തിൽ ഇതോടൊപ്പം തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മളോട് കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും കൂടി ഒരുമിച്ച് ആ സങ്കടങ്ങൾക്കിടയിൽ കൂടി അവർക്ക് ഈ ഓണത്തോടൊപ്പം അവരെയും കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഓണം ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് കൂടി ഈ ഓണ ദിവസത്തിൽ ആശംസിക്കുക. ടീച്ചറെ, ആ 2 വരി പാട്ട് മാഷ് പറഞ്ഞ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടായോ? ആ പാട്ടായി. ഇത് കഴിഞ്ഞിട്ട് വേണം വടം വലിക്കാനുള്ളതാണ്. വടം റെഡി ആയിട്ടിരിക്കുകയാണ് പറഞ്ഞത്. ഓണപ്പാട്ടല്ല, ചെറിയൊരു സിനിമാ പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ല, ആ വിരോധമുള്ളവരൊന്നും ആദ്യം ഓണപ്പാട്ട് പാടണം. ശരി, നമുക്ക് 2 വരി കേൾക്കാം. അറിയണ പോലെ പാടാം. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴക്കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഹൃദുനന്ദിനിയാക്കി, അവളെ പനി നീർമലരാക്കി. അടിപൊളി. ചേച്ചി എത്ര മാർക്ക് കൊടുക്കും? 100 മാർക്ക് കൊടുക്കാം. അതെ അതെ, 100 കൊടുക്കാൻ പറ്റില്ല. 100 മാർക്ക് എത്രയാണ്? 60 കൊടുക്കാം. 60 കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. 100 അധികമാണ്. അല്ല, ഇപ്പൊ പാടി, നീ വേറെ ആരെങ്കിലും പാടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. അത് 100 തന്നെ. 100 തന്നെയാണ് ഇട്ടത്. സുബീഷേട്ടാ, ഇനി ആരെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ ഇസാക്ക് ഇവിടെ മാർക്ക് ഇടാന്ന് പറഞ്ഞേ. ഓക്കെ. അശോകേട്ടന്റെ ഒരു പാട്ടുണ്ട്. അല്ല, എനിക്ക് പാടിക്കണോ? അല്ല, ഇപ്പൊ പാടുന്നതിന് മുന്നേ രശ്മി ടീച്ചർ പാടിയ സ്ഥിതിക്ക് സുബീഷേട്ടനോട് സംസാരം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പാട്ട് ഇത്താനെ കൊണ്ട് പാടിക്കാതെ നമ്മൾ ഇവിടുന്ന് പോവോ? സുബീഷേട്ടാ, ഈ രശ്മി ടീച്ചറെ പാട്ട് എത്ര തവണ ആദ്യം കേട്ടിട്ടുണ്ട് വിവാഹത്തിന് മുന്നേ?
ഒന്ന് ആലോചിക്കണം. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഒരു പ്രണയ വിവാഹമാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയായിരുന്നു, എന്ത് കണ്ടിട്ടാണ് രശ്മി ടീച്ചറെ ഒരുപാട് പറഞ്ഞു ഏതിലൊന്നും ലീഗിലിപ്പോ അത് ചോദിച്ചപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത് ഭാര്യയാണെന്നുള്ളത് അറിയില്ല. അതെ, അതൊരു അന്നേണ്ട ഒരു അന്തർധാര. അല്ല സുബീഷയുടെ മുഴുവനാക്ക്. അതെ, എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ മാഷ് പറഞ്ഞ മാതിരി ഒരു ഡാൻസ് വേദിയിൽ നിന്നാണ് കാണുന്നത്. കാർൽമണ്ണ സ്കൂളിലെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാൻസ് വേദിയിൽ വെച്ചാണ് കാണുന്നത്. അന്നൊക്കെ രാത്രി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡാൻസ് ഏറ്റവും വൈകിട്ടായിരിക്കും. അതാ ഞാൻ സൂചിപ്പിച്ച്, പൂർവ്വ വിദ്യാർത്ഥികളുടെ നൃത്തം സ്കൂളിലെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നൃത്തം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂട്ടിയാണല്ലോ അത് കാണാൻ വരിക. കൂടെ വരുന്നവർക്ക് ഈ ക്ലാസിക് ഡാൻസിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരാളെ നിർബന്ധിച്ച് ഒരു സുഹൃത്തിനെ കൂട്ടിയാണ് കാണാൻ വരുന്നത്. ഇപ്പോൾ ഒരു ഇത് കുറേ വേദികളിൽ നൃത്തമായിരുന്നു പ്രധാന മേഖല എന്നുള്ളത്. പാട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് കേൾക്കൽ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത മുഴുവൻ പാടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അനുദേച്ചി പറഞ്ഞ 100 മാർക്ക് ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഞാനൊരു 100ന്റെ മുകളിൽ മാർക്കുള്ളത് ഇന്നലെ ഉച്ചവരെയും ട്രെയിനിങ് കൊടുത്തതാണ്. പക്ഷെ അത് വേണ്ട രീതിയിലായി എന്നുള്ള അതെ ഇന്നിപ്പോ ഇവിടെ പാടേണ്ടി വരും എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ട് പൊതുവെ പാടുന്നതല്ല, ചോക്കും നീഗില് അപ്പൊ പാടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒരു ട്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായി എന്നുള്ള തോന്നല് ഇല്ല. ഇന്നലെ പഠിപ്പിച്ചതിനുള്ള മാർക്ക് തരില്ല, അതില്ല, അതെന്താവും. അപ്പൊ അതാണ്. അപ്പൊ ഇനി എന്തായാലും ഇതില് ഇനി ആരും കൂടുതൽ നന്നായി പാടുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊരു വെല്ലുവിളിയാണ്. കൂട്ടത്തില് ഷെമീജൊക്കെ ഇവിടെ ഇരിക്കുമ്പോ അത്തരത്തിലുള്ള വെല്ലുവിളി. പക്ഷെ ആര് ഒരു സ്വൈരജീവിതമാണല്ലോ ആരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി ആര് പാടിയാലും അതിന്റെ അഭിപ്രായം ഒന്നുമില്ലെങ്കിൽ എന്നോട് ചോദിക്കാതിരിക്കുക. ചോദിച്ചാൽ എനിക്കത് നന്നായി എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ഓണം അത് പിന്നെ സന്തോഷത്തോടു കൂടി ചെറുപ്പശ്ശേരി നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അംഗങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തി ഇത്തരം ഒരു ഓണാഘോഷം ഇന്നേ ദിവസം തന്നെ സംഘടിപ്പിക്കാൻ തയ്യാറായ നിഖിലിന്റെ വൺ ന്യൂസ് ടീമിനും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങൾ എല്ലാവരും ആ സമയം കണ്ടെത്തി വന്നല്ലോ. അതില് രാജേഷ് ചേട്ടാ, ഈ കരുമാനംകുരിശിയിലെ ഓണാഘോഷം എത്രത്തോളം ഉണ്ട്? അടിപൊളിയല്ലേ? എല്ലാ ദിവസവും ഓണാഘോഷം, ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട്. മുന്നേ ഓണാഘോഷമാണോ? ഇന്നിപ്പോ അവിടെ പരിപാടിയായിരുന്നു. എന്തായാലും ഇനി ഇവിടെ അങ്ങടെ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഒരു വൺ ന്യൂസിന്റെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഇവിടെ അങ്ങടെ എല്ലാ ദിവസവും ഓണം തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി നമ്മുടെ നഗരസഭയുടെ 22-ാം തീയതി നഗരസഭയുടെ ഓണാഘോഷമുണ്ട്. എന്തായാലും എനിക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഇസാക്കിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ തന്നെ ചെറുപ്പത്തിൽ വളരെ ചെറുതായിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ ഓണം വരുന്ന സമയത്ത്, മുത്തശ്ശനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ പപ്പടം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാലമാണ്. പപ്പടം ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുറേ ആളുകൾ ഈ ഓണ സമയത്ത് പപ്പടം ഉണ്ടാക്കാതിരിക്കും. അപ്പോൾ മുത്തശ്ശി, അമ്മ, അതുപോലെ തന്നെ അനിയൻ, അങ്ങനെ ഞങ്ങളൊരു വല്യമ്മയുടെ മക്കള്, അങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ഈ പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങും. ഓണത്തിന് മാത്രമേ പപ്പടം ഉണ്ടാക്കുള്ളൂ. അത് ഉണ്ടാക്കി ആ പപ്പടം ഉണക്കി, ആ പപ്പടമാണ് നമ്മൾ ആ ഓണത്തിൻ്റെ ഒരു 5-6 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രത്തോളം പപ്പടം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അതൊരു പ്രത്യേക ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു അവരോടുള്ള ആ ശാസ്ത്രീയം കാര്യങ്ങളായിട്ടുള്ള കാണം വിറ്റും ഓണം കൂടണം എന്നല്ല പറയാം അല്ലേ. അപ്പോൾ സമത്വത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സമ്പൽ സമൃദ്ധമായുള്ള ഓണം കൊണ്ടുവന്നൊരു കാലഘട്ടമായിരിക്കും ഈ ഓണക്കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഒരു പഞ്ചമാസം കഴിഞ്ഞ് അല്ലേ പഞ്ചമാസം കഴിഞ്ഞ് ഒരു ഓണക്കാലഘട്ടത്തിൽ കിടക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുവിധം ഞാൻ മനസ്സിലാക്കുന്നത് 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ആൾക്കും എങ്ങനെയൊക്കെയോ ഓണം കൂടുന്നൊരു സന്ദർഭം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ. വളരെ സന്തോഷത്തോടെ ഈ ഓണക്കോടി, ഓണക്കളികൾ, സദ്യകൾ എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞ ഒരു ഓണാശംസകൾ തന്നെ. ഈ ഓണം
ഓണം ആഘോഷിക്കാം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം കൂടുതൽ തിളക്കത്തോടെ. ഈ ഓണക്കാലത്ത് സ്വർണ്ണാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജിൽ 50% വരെയും വജ്രാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജിൽ 40% വരെയും ഇളവുകൾ നേടാം. പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ പവനും 1000 രൂപ അധികവും നേടാം. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസും 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗുകളും നേടാനുള്ള അവസരം. മാത്രമല്ല, എല്ലാ പർച്ചേസിനൊപ്പം എക്സൈറ്റിംഗ് ഗിഫ്റ്റുകൾ. കൂടാതെ വിലയുടെ 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും അതോടൊപ്പം സൗജന്യ ഇൻഷുറൻസും ലൈഫ് ടൈം ഫ്രീ മെയിന്റനൻസും ലഭ്യമാണ്. ഈ ഓണം തിളങ്ങട്ടെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി. അശോകേട്ടനെ കണ്ടാൽ തന്നെ അറിയാം അശോകേട്ടന് ഒരുപാട് ഓണക വിശേഷങ്ങൾ പറയാനുണ്ട് എന്നുള്ളത്. അത് ഒരുങ്ങി കെട്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അശോകേട്ടന്റെ വിശേഷങ്ങളൂടെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് വൺ ന്യൂസ് നമ്മളെല്ലാവരെയും കൂടി ഒന്നിച്ചു കൂടാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഓണാഘോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇയാൾ പറഞ്ഞ മാതിരി കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഒരുവിധ ആർക്കും ഇല്ല. വിൽക്കാതെ തന്നെ ഉണ്ടാകുന്നുള്ള കണ്ടീഷനിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു 10 ദിവസം അടിച്ചുപൊളി തന്നെയാണ്. സദ്യ അങ്ങനെയായിട്ട് മറ്റേ ഇയാൾ പറഞ്ഞ ചെയർപേഴ്സൺ പറഞ്ഞ മാതിരി ഓണം എന്ന് വെച്ചാൽ എന്താ ആദ്യം സദ്യ തന്നെയാണ്. പിന്നെ അതിനുള്ള ഒരുക്കങ്ങളായി തകൃതിയായി നടക്കും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കുറേ അവിടെയും ഇവിടെയും ഓണാഘോഷ പരിപാടികളും എല്ലാം ഉണ്ട്. ഇതൊക്കെയാണോ ഇത്തവണത്തെ ഓണാഘോഷം? ഉഷാറായി പോകണം, കുഴപ്പമൊന്നുമില്ല. 5-ാം വാർഡിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 5-ാം വാർഡിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. ഓണം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതിൽ ഞാനൊരു ശ്രീകോട്ടനോടാണ് എൻ്റെ ചോദ്യം. ശ്രീകോട്ടനും ഇസാക്കും ഉത്തരം തരണം. അതായത് കൗൺസിൽ യോഗങ്ങളിൽ, ഞാൻ ആ കൗൺസിലേക്ക് തന്നെ വീണ്ടും വരാം. ഈ കൗൺസിൽ യോഗങ്ങളിൽ ഇപ്പോഴാണ് അല്ല, ഈ കൗൺസിൽ യോഗങ്ങളില് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അത്ര സഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണല്ലോ. നിക്കണം, അതുവരെ മതി. അല്ല, അതുവരെ മതി പറഞ്ഞില്ലേ? അപ്പോ എന്റെ ചോദ്യം ഇതാണ്. ഇസാഖാനോടും ശ്രീകോട്ടനോടാണ് എന്റെ ചോദ്യം. അതായത് ഈ കൗൺസിൽ യോഗങ്ങളിലെല്ലാം ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാറ് പോലെ നിങ്ങൾ തമ്മിൽ കടിച്ചു കീറുകയാണ്. അതിനുശേഷം ആ കൗൺസിലെല്ലാം കഴിഞ്ഞു, ഇന്നത്തെ കൗൺസിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ഡോറിങ് ഇറങ്ങുമ്പോൾ പലരും തോള് കൈയിട്ടിട്ടും സ്നേഹം പങ്കിട്ടിരിക്കണേ. എന്താണ് ഇതിന്റെ ഗുട്ടൻസ്? അല്ല, ഇത് എന്റെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഒരു ചോദ്യം കൂടിയാണ്. എന്താ ശ്രീകോട്ടിന് പറയാനുള്ളത്? അതില് നിഖിലെ അസൂയപ്പെട്ടൊരു കാര്യമില്ല. വിചാരിച്ചൊന്നും നടക്കില്ല. കൗൺസിൽ യോഗത്തില് അങ്ങനെയാവണം. എന്തുകൊണ്ടാ? ഭരണവും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രതിപക്ഷവും. അതാണ് ജനാധിപത്യം. ജനാധിപത്യം ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ആ ഭരണത്തിൽ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കുന്നതാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് അംഗീകരിക്കുന്നതുമല്ല ഭരണപക്ഷം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആർക്ക് വേണ്ടി? 33 വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ രൂക്ഷമായിട്ടുള്ള നല്ല നാവുകൊണ്ട് നല്ല വിമർശനങ്ങളും സ്വയം വിമർശനം നടത്താത്ത ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ആയാൽ ഏറെ ഭംഗിയോട് കൂടിയിട്ട് നമ്മുടെ കൗൺസിൽ യോഗം അവസാനിക്കും, സംശയമൊന്നുമില്ല. ഒരാക്ഷേപവും നമുക്ക് കയ്യിലില്ല. നമ്മുടെ കുട്ടികളും 33 മറ്റേ ജനപ്രതിനിധികളും അവരുടെ ആവേശങ്ങൾ ചിലപ്പോൾ ഞാൻ തന്നെ അതിശയിക്കുക. നമ്മുടെ വാപ്പുട്ടിയൊക്കെ ആ വാർഡിലേക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോഴാവും വാപ്പുട്ടിയൊക്കെ അവിടെ കുടിവെള്ളമില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് നോക്കൂ, ഒരു ജനപ്രതിനിധിയുടെ കണ്ണ് അങ്ങനെ ആയിരിക്കണം, സംശയമൊന്നുമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ജനപ്രതിനിധി. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ തുറന്നു പറയാം, ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അത് 5 വർഷവും അത് തന്നെയായിരിക്കും. വികസനത്തിനും ക്ഷേമത്തിനും ഇതൊന്നും ഒരു മറ്റേ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല. അതുകൊണ്ടാണ്
അവിടെ ഭരണപക്ഷേ ഉള്ളൂ എന്ന് പറയുന്നു. അതായത് വ്യക്തിപരമായിട്ട് ഉള്ളിൽ വെക്കില്ല, ഒന്നുമില്ല, ഒരു കാരണവശാലും വ്യക്തിപരമായിട്ടില്ല. ഇപ്പോഴും ഇതെല്ലാം വേറെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കുറച്ചും കൂടി റൂട്ട്സായിട്ട് ശ്രീകോട്ട ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. ഇപ്പൊ ശ്രീകോട്ടന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോ നമ്മുടെ ഇസാഖന്റെ ഇതിലെ എക്സ്പ്രഷൻസ് ഞാൻ ഇവിടെ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു. ഇതിനൊരു മറുപടി എനിക്ക് കേൾക്കണമെന്നുണ്ട്. കൗൺസിലോകാണെന്ന് വിചാരിക്കരുത്, ഇതിനൊരു മറുപടി എന്തായാലും ഇസാഖ പറയണം. കൗൺസിലിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഓണാഘോഷത്തിന് അല്ല ഇവിടെ ഇപ്പൊ ഏറ്റുമുട്ടൽ ചർച്ച ചെയ്യണം വെച്ചാല് സങ്കടകരാണ് കാര്യം. പിന്നെ നിങ്ങൾ ഈ കൗൺസിൽ എന്ന് പറഞ്ഞാലേ ഒരു നിയമസഭ പോലെ തന്നെയാണ്, അതൊരു ഭരണഘടനാ ബോഡിയാണ്. അവിടെ ഇപ്പോൾ എന്തൊക്കെ സംസാരിക്കാൻ പാട് എന്നുള്ളതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് ഞങ്ങൾ കാണുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇടപെടാന്ന് പറയുമ്പോൾ ഒന്നും അതിൻ്റെ അകത്ത് പറയാൻ പാടില്ല. അത് അതിൻ്റെ ഒരു ഭരണഘടനയോടുള്ളൊരു ബഹുമാനമാണ് ഞങ്ങൾ അവിടെ ചെയർപേഴ്സണായാലും വൈസ് ചെയർപേഴ്സണായാലും അവരൊക്കെ ഞങ്ങൾക്ക് കൗൺസിലർമാർക്കായാലും ഒക്കെ നൽകുന്നത്. അതിനിടക്ക് ചില നടപടിക്രമങ്ങളിൽ ഉള്ള ചില സുതാര്യത കുറവോ അല്ലെങ്കിൽ ആശയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെടുക്കുന്ന നയങ്ങളിൽ ഞങ്ങൾക്ക് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ പറയുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ഭൂരിപക്ഷം ആർക്കാണോ അവർ ഭരിക്കുക എന്നുള്ളത് ഭരണഘടന അനുസൃതമാണ്. അത് അംഗീകരിക്കലാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല. അംഗീകരിക്കുന്നതിനോടൊപ്പം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ നല്ല ഭാഷയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനി അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അതിന് ഓണാഘോഷമൊന്നും തടസ്സമല്ല. അല്ല ഇവിടെ ഒരുമിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അതൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ അതൊന്നും വ്യക്തിപരമല്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയർമാനായിട്ടും ഞങ്ങൾ ഇതിലേറെ ഏറ്റുമുട്ടലുണ്ടായി. ഇതിലേറെ ഏറ്റുമുട്ടലുണ്ടായി. പക്ഷെ ഒരിക്കൽ പോലും അയാള് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ സൗഹൃദത്തിന് വിഘാതമാകുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ട്, നിങ്ങളാരും ഞങ്ങളിൽ മുകളിലാണെന്നുള്ള ധാരണ ഒന്നും ഞങ്ങൾക്കില്ല, പക്ഷെ നിങ്ങളാരും ഞങ്ങളിൽ ചെറുതല്ല എന്ന ബോധം ഞങ്ങൾക്ക് ഉണ്ടാകാൻ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളോട് പെരുമാറുന്നു. അപ്പോൾ കൗൺസിലിൽ നല്ല പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വരുമ്പോൾ, പദ്ധതി നിർദ്ദേശങ്ങൾ വരുമ്പോൾ, ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ 33 ആൾ ഒറ്റക്കെട്ടായി കൈയടിച്ചാണല്ലോ പാസ്സാക്കാറ്. ഒരുമിച്ച് ഞങ്ങൾ പ്രമേയം കൊണ്ടുവരാറുണ്ടല്ലോ. അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട്. അവിടെ പലരും പറയാറുണ്ട് നിങ്ങൾ അവിടെ ലഹള കൂടാനാണ് പോകുന്നത് എന്ന്. പല സുഹൃത്തുക്കളും നമ്മളോട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോയി നിഖിൽ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ലഹള കൂടേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന മാതിരി പറയും, നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കരയും. അതൊക്കെ വേണ്ടേ? അതല്ലാതെ എല്ലപ്പോഴും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് ഒരു സീരിയസ്നെസ് ഉണ്ടാവുമോ? അതിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഗൗരവത്തിലും കുറച്ച് ഉറക്കെയും കുറച്ച് അവസരോചിതമായും അല്ലാതെയും ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തീരും. ബാക്കി കാര്യത്തിൽ ഞങ്ങൾ ചെർപ്പശ്ശേരി നഗരസഭയുടെ വികസന പ്രശ്നങ്ങളിൽ ഒരു സംശയം വേണ്ട, അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ 5 വർഷക്കാലം ഒറ്റക്കെട്ടാണ്. ഇതിലപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം? ഇതില് നമുക്ക് ഇവിടെ കുറെ ആളുകൾ മിണ്ടാണ്ടിരിക്കുന്നത്. സുമിത്ര വിനോദ് എന്താണ് ഭയങ്കര സൈലന്റ് ആയി പോയിരിക്കണല്ലോ, എന്തോ ഒന്ന് പറയാനുണ്ട്. ഓക്കെ, എന്താ പറയാനുള്ളത്? ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യത്തെ ഓണാണ് കൗൺസിലറായിട്ട്. തീർച്ചയായും ഓണത്തെ കുറിച്ച്, ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് ഓണസദ്യയാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ കുറച്ച് ഫുഡി ആയതുകൊണ്ട് എനിക്ക് ഓണസദ്യയെ കുറിച്ചാണ് ആദ്യം ഓർമ്മ വരിക. ശരി, സുമിത്രയുടെ വാർഡിലെ ഇത്തവണത്തെ ഓണ പരിപാടികൾ എന്തൊക്കെയാ? ഓണപരിപാടികൾ ക്ലബിന്റെ ഭാഗമായിട്ട് ഓണപരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പുറം വേറെ ഒന്നും സജിത എന്താണ് ഓണം പൊളിക്കല്ലേ? അടിപൊളിയാണ്. ഇത് രണ്ടും ഒരു പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ പാടിയാ മതി. അല്ല, ഓണത്തിന് മാപ്പിളപ്പാട്ട് അല്ല, ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാരും ഒരുമിച്ച് ആഘോഷിക്കല്ലേ. അങ്ങനെ മാപ്പിളപ്പാട്ട് ഏത് പാട്ടും പാടാം, നമ്മൾ ഏത് പാട്ടും ആസ്വദിക്കുകയാണ്. അതെ, അപ്പൊ നമ്മള് ഓണത്തിന് 2 ചിക്കൻ പീസ് കിട്ടുന്ന പോലെ അല്ലേ? അപ്പൊ നമുക്കൊരു മാപ്പിളപ്പാട്ടാവാം. ഈ പാട്ട് പാടുമ്പോൾ ശരിക്കും നിങ്ങളൊരു സപ്പോർട്ട് വേണേ. ഇത് കഴിഞ്ഞിട്ട് വടം വലിക്കാനുള്ളതാണ്, ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക്. ശരി, ഏത് സപ്പോർട്ട് കൊടുക്കാൻ സുബിഷേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതെ അതെ അതെ. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്.
മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മതമൊഴുകും പേരാണ് ഹുസനുൽ ജമാല് മണിവൈരം മാണിക്യം മരതകവും നാണിക്കും മതിയഴകായി മേവുന്ന മതിമുകിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസനുൽ ജമാല്. അടിപൊളി. ഞാൻ നമ്മൾ അടുത്ത് കുറച്ച് സെക്ഷനുണ്ട്, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. കുസൃതിയായിട്ട് തന്നെ കണ്ടാൽ മതി, കാരണം നിങ്ങൾക്കൊക്കെ കൈ നിറയെ സമ്മാനങ്ങൾ തരാം. ഇവിടെ എല്ലാം ഉണ്ട്. ഈ നിവ ഗോൾഡ് ധരിക്കുന്ന സമ്മാനമുണ്ട്, അതേപോലെ തന്നെ ഇവോക്ക ഫാഷൻസ് ധരിക്കുന്ന സമ്മാനമുണ്ട്, അതേപോലെ ഫിനിക്സ് കരിയർ സൊല്യൂഷന്റെ ഒരു ഉപദേശമുണ്ട്. അത് ഉപദേശം മാത്രമേ ഉള്ളൂ പറഞ്ഞില്ലേ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, കുസൃതിയായിട്ട് മാത്രം കണ്ടാൽ മതി, വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പറയുമ്പോഴേ എല്ലാവരുടെയും മുഖത്തെ ഭാവങ്ങൾ. അത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഉത്തരം ബക്കർക്കായിരിക്കും ആദ്യം പറയാന്നുള്ളതാണ്, എനിക്ക് ഉറപ്പാ. അതെങ്ങനെ വേണമെങ്കിൽ കാണാം. ചോദ്യം ഇതാണ്, മഹാബലി തമ്പുരാൻ കേരളത്തിലേക്ക് വരുന്നത് എന്തിലാണ്? വെള്ളത്തിലാണോ അതോ ട്രെയിനിലാണോ? സിമ്പിളാണ്, കുസൃതിയായിട്ട് മാത്രം കണ്ടാൽ മതി. ചോദ്യം ഒന്നുകൂടി പറയാം. മഹാബലി തമ്പുരാൻ കേരളത്തിലേക്ക് വരുന്നത് എന്തിലാണ്? വെള്ളത്തിലോ അതോ ട്രെയിനിലോ? വെള്ളത്തിലാണോ? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഒരു നിങ്ങൾ ആ ക്രൂക്കൺ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല, ട്രെയിൻ ഏറെക്കുറെ റെഡിയാണ്. ട്രെയിൻ ഏറെക്കുറെ റെഡിയാണ്. ഒന്നുകൂടി ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ആ അല്ല, ഒന്നും കൂടി ആലോചിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും, ഉറപ്പാ. കാറ്റിലെ ഓ ബക്കർക്ക് അങ്ങനെ ആലോചിക്കല്ലേ. ഒരു കുസൃതിയാണ്. കുറച്ച് ഈ ഷെമിജിക്ക പറഞ്ഞതിനോട് ഏകദേശം ഒരു സാമ്യമുണ്ട്. ശ്രീകുട്ടൻ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ട്രെയിൻ ആണ്, ഒന്നും കൂടി ആലോചിച്ചാൽ ബാക്കി കിട്ടും. ചോദ്യം ഒന്നുകൂടി പറയാം. മഹാബലി തമ്പുരാൻ കേരളത്തിലേക്ക് വരുന്നത് എന്തിലാണ്? വെള്ളത്തിലാണോ അതോ ട്രെയിനിലോ? മിൻസുജി കിട്ടിയോ? ഓ തുരങ്കോ. അല്ല ഞാൻ പറയാം, ഈ ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഏറെക്കുറെ ഒന്നുകൂടി പിടിച്ചാൽ കിട്ടും. ഒന്നുകൂടി പിടിച്ചാൽ കിട്ടും. യെസ്, മാവേലി എക്സ്പ്രസ്. ഞാൻ ഇത്രയും ക്ലൂ തന്നിട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, മാവേലി എക്സ്പ്രസ് കറക്റ്റ് അല്ലേ? സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. നിങ്ങളുടെ സമ്പാദ്യത്തിന് ഇനി 8.6% വരെ പലിശ. ഇന്നു തന്നെ നിക്ഷേപിക്കൂ. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്. അപ്പൊ സിന്ധുജി, എന്താണ് ഓണത്തിന്റെ വിശേഷം? നല്ല വിശേഷം. ഓണം അടിച്ചു പൊളിക്കുക. നഗരസഭയിലുണ്ട്. ഞാൻ ഇതില് ഒരു സംശയമാണ്. ഇതില് പലരും പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ പരസ്പരം ഇപ്പോ UDFന്റെയും അതേപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് പറഞ്ഞ് 2 സെക്ഷനായിട്ട് തിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറില്ലേ പരസ്പരം? അല്ലേ? ഇവിടെ ബക്കർക്ക് എന്താ പറയണ്ടേ? ഇവിടെ ഇരിക്കുന്ന ആളാരാ? ഞാൻ പ്രതിപക്ഷ നേതാവെന്നാ പറഞ്ഞത്. ഞാൻ പറയുള്ളത് ചിങ്ങം മാസത്തിലാകുമ്പോഴുള്ള എല്ലാ കാലത്തും ഓണം വരും അതല്ലേ. പഴയ കാലത്ത് നമ്മളെ 10-40 കൊല്ലം മുമ്പ് പിറകോട്ട് പോയ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്ന അറിയോ? എങ്ങനെ അറിയാ? ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നൊന്നും അരി വരില്ല. ഫസ്റ്റ് വിള നമ്മളെ കൊയ്യും. ആ കൊയ്യണ കാലത്ത് അത് കൊയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും അവിടെ തന്നെ അവർ ഓരോരുത്തരുടെ വീട്ടിൽ കുത്തി അരിയാക്കി ആ അരി കൊണ്ടാണ് ഓണം ഉണ്ട്.
ഇന്ന് പാതിരിയിൽ നിന്നൊക്കെ വരും. പക്ഷെ അതിൽ ഇവിടെ ഇതിൽ ചിങ്ങത്തിൽ ഇപ്പൊ കർഷക ദിനം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വക ഒരു ചോദ്യം നാളെ ചോദിച്ചോട്ടെ. എന്നോടാണോ? അല്ല എന്നോട് വേണ്ട, നമുക്ക് ഇവിടെ എല്ലാവരോടും ചോദിക്കാം. അപ്പൊ ഈ ബക്കർഖാന്റെ ചോദ്യമാണ്, എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. കർഷക ദിനത്തിൽ നമ്മളെ ചിങ്ങത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഞങ്ങളെ കൃഷി ഓഫീസർ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുക ചിങ്ങൊന്നിന്റെ. അപ്പൊ അവിടെ ചെയർപേഴ്സൺ ആദ്യം പറയുന്നു വിചാരിച്ചു ചിങ്ങൊന്നിന്റെ. അപ്പൊ ഈ ആദ്യം നമ്മളെ കൃഷിക്കാര് ഈ സാധാരണ നമ്മള് പാടം എന്ന് പറഞ്ഞാൽ 2 വളം എടുക്കുന്നതാണ്. പിന്നെ പുഞ്ചപ്പാടുണ്ട്, പക്ഷെ സാധാരണ ഇതിൽ പാടാണ്. ആ പുഞ്ചപ്പാടം പറഞ്ഞാൽ 3 വളം എടുക്കുന്നതാണ്. അപ്പൊ ഈ 2 വളം എടുക്കുന്ന പാടത്തില് 2 വിത്ത് ഒന്നിച്ച് നടും. ഒരു വിത്ത് ആദ്യത്തെ വളടെ, മറ്റേ ഒരു വിത്ത് രണ്ടാമത്തെ വളക്കാണ്. ആ വിത്തിന്റെ പേര് ആർക്കും അറിയോ? അല്ല, വിത്തിന്റെ പേരാ പറയുന്നത്. ആ വിത്തിന്റെ പേര് അശോകേട്ടൻ പറയും. അതിൽ ഒറ്റ വിത്താണ് പേര് ഇവിടെ പറയണ്ടേ. വിത്തിന്റെ പേരറിയില്ല, കൂട്ടുമുണ്ടകന്നാണ് അതിന് പറയാ. കൃഷിക്ക് പറയണത്. ആര്യനാണോ? ആര്യൻ എല്ലാവർക്കും അവസരം കൊടുക്കാം. അവിടെ കിട്ടി. നമ്മൾ പറഞ്ഞാൽ മതിയോ? അല്ല, ശ്രീകോട്ടിന് കിട്ടി. അതൊക്കെ ആദ്യത്തെ വടക്കുകൾ ഉപയോഗിക്കുന്നത്. ബക്കർഖാനോട് ഒരു ചോദ്യമുണ്ട്. ഇവിടെ പറഞ്ഞു ശ്രീകേട്ടൻ പറഞ്ഞു. ശരിയാ, ശ്രീകോട്ടൻ പറഞ്ഞോ? ചേറ്റാടി അടിപൊളി അടിപൊളി. ഷെമിജിക, ആ പാട്ടൊന്ന് റെഡിയാണോ? റെഡി. മൈക്ക് പോ. അല്ല, പാട്ട് പാടാം. എന്തായാലും സാധാരണ ഇതിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഹിന്ദി ഗാനത്തോടാണ് താല്പര്യം ഉണ്ടായത്. അപ്പോ ചെന്നുപെട്ടത് സിംഹത്തിന്റെ മടയിലാണോ? സിംഹത്തിന്റെ മുൻപിൽ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഓണ ദിവസത്തിൽ ഞങ്ങൾ ക്ഷണിക്കാനും ഞങ്ങൾക്ക് 2 വാക്ക് പറയാനും ഈ സന്തോഷ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലൊക്കെ പ്രത്യേകിച്ചും വൺ ന്യൂസ് എൻ്റെ ടീമിനോടും നഗരസഭയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വ്യക്തിപരമായൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. ജാദൂ തേരി നസർ, खुशबू तेरा बदन, जादू तेरी नजर, खुशबू तेरा बदन, आना कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण, जादू तेरी नजर, खुशबू तेरा बदन, जादू तेरी नजर, खुशबू तेरा बदन, या नाक तू हाक, तू है मेरी किरण, तू है मेरी किरण. ബോറടിപ്പിക്കില്ല. അർത്ഥം അറിയാത്തോണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ. ഗംഭീരാണ്. നമ്മൾ ആരോഗ്യ രേഷ്മ ചേച്ചി എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുക. തിരുവോണൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ലേ? ഈശ്വര, എന്നോടൊന്നും ചോദിക്കരുതേ എന്ന് വിചാരിച്ചിരിക്കുക. അതേപോലെ നിഷാദിക്കൊന്നും സംസാരിച്ചിട്ടില്ല. എന്താണ് ഓണത്തിന് വിശേഷം? ഓണം എന്ന് പറയുമ്പോ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണപ്പൂക്കളം, അതുപോലെ മാവേലി, ഓണസദ്യ. ഇപ്പൊ നഗരസഭയിൽ ഇനി ഓണാഘോഷങ്ങളുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. ചെയർപേഴ്സൺ, നഗരസഭ എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളുടെ കാര്യത്തില്? എന്തായാലും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുകയാണ്. നഗരസഭയുടെയും എൻ്റെ വ്യക്തിപരമായിട്ടും. ഓണം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞുനാളിലുള്ള ഓർമ്മ എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ ഇതുപോലെ സദ്യ കഴിക്കാൻ പോവുക, ഊഞ്ഞാലാടുക, പൂക്കളിടാൻ അവരെ കൂടെ കൂടുക, അതൊക്കെയാണ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക, ഇതൊക്കെയാണ് ഓണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുവരെ ആഘോഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു വർഷം നഗരസഭയുടെ കൂടെ ഓണാഘോഷിക്കാൻ സാധിച്ചു. വളരെ നന്നായിരുന്നു. നമ്മൾ വനിതാ കൗൺസിലർമാരൊക്കെ ഒരേ സാരിയൊക്കെ എടുത്ത്, സെറ്റ് സാരി അല്ല എങ്കിലും നല്ല ഒരു സാരിയൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഓണാഘോഷിച്ചു. പിന്നെ നേരത്തെ കൃഷിനെ കുറിച്ച് ചോദിച്ചില്ലേ, അതിന് ആൻസർ പറയാമെന്ന് വിചാരിച്ചു. കർഷക ബക്കർക്ക് പറഞ്ഞപ്പോഴാണ് ആദ്യമൊക്കെ ഇതുപോലെ
ഓണത്തിന്റെ സമയത്ത് നെല്ലൊക്കെ ആയി അത് കുത്തി അരിയാക്കിയിട്ടാണ് ഓണത്തിന് ഭക്ഷണം കഴിച്ചിരുന്നെന്ന് ബക്കർക്ക പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് വിത്ത് പാവിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നെല്ലായി, ചേന പറി കഴിഞ്ഞു, നെല്ല് പാവിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഓണവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്. അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും നമ്മുടെ ജാതി മത വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന എല്ലാ മലയാളികളുടെയും ഒരു ദേശീയ ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. CPയുടെ ഒറ്റ ചോദ്യം കൂടി. ഈ കൗൺസിൽ, ഞങ്ങൾ വീണ്ടും കൗൺസിൽ യോഗത്തിലേക്ക് വരാണ് സാക്കാ, ഞാൻ സോറി, എന്റെ മനസ്സിൽ അതേ വരുന്നുള്ളൂ. അല്ല, ഈ കൗൺസിൽ യോഗം നടക്കുമ്പോഴേ പറഞ്ഞാ കേൾക്കാത്ത കുറെ ആളുകളുണ്ടാവും. അല്ലെ, ഏറ്റവും പറഞ്ഞാ കേൾക്കാത്ത ഒരാളാരാ? അതൊരു നല്ല ചോദ്യമായിട്ട് തോന്നിയിട്ടില്ലേ? പറഞ്ഞ ഇയാള് ഇല്ലെങ്കിൽ ഇവര് പറഞ്ഞാ കേൾക്കില്ല, അങ്ങനെ തോന്നിയ ഒരാളാരാ? അതിപ്പോ പറയണം. അല്ലല്ല, അതിലേക്ക് വരാം. ഈ കൗൺസിലർമാരുടെ കേസിൽ ഒരു യോഗത്തിൽ പങ്കെടുത്ത ഇത് പറഞ്ഞാൽ അങ്ങ് കേൾക്കില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇരിക്കെന്ന് പറഞ്ഞാൽ പോലും ഇരിക്കാതെ എണീറ്റ് നിൽക്കുകയാണ്. ഒരാളല്ല, രണ്ടുപേരാണ്. ആരൊക്കെയാണ് ആ പേരോട്? നിഷാദ് കൗൺസിലർ, സുബീഷ് കൗൺസിലർ. നിഷാദ് സുബീഷ് തന്നെയാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ? അതല്ല, അത് മൈക്ക് അത് ഞാൻ പറയട്ടെ. അത് എന്താ വെച്ചാൽ വിഷയാധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ചിലപ്പോൾ പൊരുത്തക്കേടുകൾ സംഭവിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ്. അത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അതിലൊരു ഉദ്ദേശമൊന്നുമല്ല. ഞങ്ങൾ ഒരു ഇതുപോലെ തന്നെ ഒരു ഓറലായിട്ട് ചോദിച്ചപ്പോൾ ആ ഒരു രീതിയിൽ ആൻസർ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും നന്നാവാം ഒന്നുകൂടി. അല്ല, ഇതിലേ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന പറഞ്ഞാൽ ജനപ്രതിനിധി അല്ലെങ്കിൽ നിഖിൽ അതിന്റെ ഭാഗമാവാറുണ്ട്. അതിൽ പറഞ്ഞത് കേൾക്കാത്തതും അനുസരിക്കാത്തതും തോന്നിയ പോലെ ചെയ്യുന്നത് ഒരാളേ ഉള്ളൂ, അത് നിഖിലാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ വാർത്ത കൊടുക്കല്. വാർത്ത വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊന്നാവില്ല, മറ്റൊന്നായിരിക്കും വിഷയം. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അതിന് ആദ്യം പറയേണ്ട ഉത്തരം നിഖിലാണ്. അല്ല, കൗൺസിലർമാർക്ക് വരുമ്പോ പറഞ്ഞാൽ കേൾക്കായല്ല, അതില് അതെ ചെയർപേഴ്സൺ അല്ല, ഞാനത് ചെയർപേഴ്സൺ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യാണ്. ചെയർപേഴ്സൺ പറഞ്ഞത് ശരിയാണ്. അവിടെ ജനകീയ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഞങ്ങൾ രണ്ടുപേരാണെന്ന് പറഞ്ഞല്ലോ. കാരണം ഭരണപക്ഷത്തിന്റെ ജനങ്ങളോട് ചേർന്ന് നിൽക്കാതെ ഇരിക്കുമ്പോൾ മനഃപൂർവ്വം ഓഫ് ചെയ്തല്ല, മനഃപൂർവ്വം ഓഫ് ചെയ്തല്ല, സൗണ്ട് വരും. ഒരു ട്രോളാ ഓർമ്മ വരുന്നത്. ഏതറിയോ, എവിടെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ആ പണി കിട്ടിയോ. അപ്പോൾ അതില് ജനകീയ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾക്ക് വ്യക്തിപരമായൊക്കെ ഞങ്ങൾ നല്ല സൗഹൃദമാണ്. ഞങ്ങൾ പിന്നെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും, ഞങ്ങളുടെ സ്വകാര്യ വിഷയങ്ങളെ കുറിച്ചും, കുടുംബ വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നവരാണ്. കൗൺസിൽ ഉണ്ടാവുന്ന വിഷയം വിഷയാധിഷ്ഠിതമാണ്. എല്ലാ കൗൺസിലും തർക്കത്തിലേക്ക് പോകാറില്ല. അവിടെ ജനങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്, പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനും നിഷാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നഗരസഭയുടെ ആദ്യ കൗൺസിലും ഞാനും നിഷാദും ജോയി ചേച്ചിയൊക്കെ അതിൻ്റെ ഭാഗം, ജയമാഷ് ഉൾപ്പെടെയുള്ളവർക്ക് അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാണ്. അപ്പം ഉള്ള പുതിയ ആളുകളെക്കാൾ കുറച്ചും കൂടി കാര്യങ്ങൾ പിന്നെ ഇടപെട്ട് പറയാൻ കഴിയുന്ന എന്നുള്ളത് കൊണ്ട് ചെയർപേഴ്സൺ അങ്ങനെ തോന്നിയെങ്കിൽ ചെയർപേഴ്സണെ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും അവിടെ വിഷയം ജനങ്ങളുടെ വിഷയമാണ്, ചർച്ച ചെയ്യുന്നത് ജനകീയ വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതിൽ ഞങ്ങളൊക്കെ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഞങ്ങൾ തോള് കൈയിട്ട് പുറത്തിറങ്ങി ഒരുമിച്ച് ചായ കുടിക്കുന്ന ആളുകളാണ് ഞങ്ങൾ 33 പേരും. ഒന്ന് മറുപടി കൂടി അത് കഴിഞ്ഞ് അവസാനിപ്പിക്കാം. ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പറഞ്ഞതിന് മറുപടി എന്താ അറിയോ? ഞാൻ ഏറ്റവും ബാക്കിലായിരിക്കും. ചെയർപേഴ്സൺ മെല്ലെ പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല എന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. അല്ലാണ്ട് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ഞാൻ ഏറ്റവും ബാക്കിൽ ഇരിക്കുമ്പോൾ ചെയർപേഴ്സൺ മെല്ലെ, ഇപ്പൊ മൈക്കവിടെ കംപ്ലൈന്റ് ആകുമ്പോൾ നിഷാദെ എന്ന് വിളിക്കുമ്പോൾ കേൾക്കാറില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ആരാണ് ഒന്ന് അതാ ഉദ്ദേശിച്ചത്, വേറെ എന്നെ കുറിച്ച് മോശമായിട്ട് ഉദ്ദേശിച്ചതല്ല എന്ന് ഞാൻ ആദ്യമായി പറയുന്നത്. അങ്ങനെ പറയാൻ വഴിയില്ല, പ്രത്യേകിച്ച് ചെയർപേഴ്സൺ അങ്ങനെ പറയാൻ വഴിയില്ല. ഞങ്ങൾ നല്ല അടുപ്പുണ്ട്, അങ്ങനെ പറയില്ല. ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഈ ബക്കർക്ക് പറഞ്ഞില്ലേ നെല്ല് കുത്തി കുത്തിന്റെ പേരൊക്കെ ചോദിച്ചില്ല. ഇന്നത്തെ കാലത്ത് ആന്ധ്രയിൽ നിന്നാണ് വരുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു സാധനം നമ്മളോ ചേനുണ്ട്, ചേനക്ക് ഇഷ്ടംപോലെ സബ്സിഡി ഉണ്ട്. എനിക്ക് വിനീതമായ കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. അടുത്ത വർഷം ഈ ചെയർപേഴ്സന്റെ പിന്നെ കുടുംബം മരക്കച്ചവടത്തേക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ വേറെ ഗുണം എന്താ തരുമോ? ഇന്ന് അടുത്ത തവണ മരക്കച്ചവടത്തിന് സബ്സിഡി ഉണ്ടാവും, അതിലേക്കും കിട്ടും.
അല്ല എല്ലാം തമാശയാണേ, തമാശയാണ്. തമാശ മാത്രമാണ്. നിഖിലേ, ഇതിപ്പോ ഏതാണ്ട് ഒരു കൗൺസില് മനോഭാവം ആയിട്ടുണ്ട്. എന്റെ ആവശ്യം അതായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് എൻ്റെ ഒരു വിഷൻ അനുസരിച്ച് വെച്ചതൊന്നല്ല ചേനക്കൃഷിക്ക് സബ്സിഡി. നമ്മളെ കൃഷി ഓഫീസറുടെ അല്ലെങ്കിൽ ശ്രീകോട്ടനോട് ചോദിച്ചോണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. ഈ വർഷം കട്ട് ചെയ്തതാണ് അതില്ലേ. നമ്മളെ പ്രതിസന്ധി ഉണ്ട് പറഞ്ഞപ്പോ നമ്മളെ കൃഷി ഓഫീസർ വളരെ നിസ്സഹമായി ചോദിച്ചതാണ്, എന്ത് ഈ വർഷമെങ്കിലും അതൊന്ന് വെക്കുവോ, ഞാൻ ഇവിടുന്ന് പോണതിന്റെ മുമ്പെങ്കിലും അതൊന്ന് വെക്കുവോ എന്നുള്ളത്. ശരി, അത് നമുക്ക് അവസാനിപ്പിക്കാം. ചേച്ചി, അല്ല എന്റെ ഹസ്ബൻഡിന് പിന്നെന്താ അതില് എന്റെ ഹസ്ബൻഡിന് മരക്കച്ചവടം ഉണ്ട്. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായല്ലോ. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ജോയി ചേച്ചി. എല്ലാവർക്കും ഓണാശംസകൾ. എന്തായാലും നിങ്ങളിങ്ങനെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഒത്തുചേർത്തി ഞങ്ങളുടെ പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ കൗൺസിൽ യോഗത്തിൻ്റെ പോലെ തന്നെ ഓണത്തിരോണം ആഘോഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കാണാൻ വിറ്റ് ഓണം കൊള്ളുക എന്നുള്ള കാര്യം, പിന്നെ സദ്യയുടെ കാര്യം, അതൊക്കെ ശരിയാണ്. രേഷ്മ പറഞ്ഞു പൂക്കളം ഇടുക. മാധവർ പൂരാടം തൊട്ട് മാധവർ ഉണ്ടാക്കും. വീട്ടിലച്ഛൻ വരേണ്ട അച്ഛൻ ഉണ്ടായിരുന്നു, അവരത് ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അഥവാ കാണുന്നുണ്ടെങ്കിൽ പോലും റെഡിമെയ്ഡ് വാങ്ങി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് പൂക്കളം, ഉദാഹരണം. പിന്നെ എത്ര തിരക്കാണെങ്കിലും ഈ ഓണായിട്ട് നമ്മുടെ മക്കൾ 2 ദിവസം ലീവിനെങ്കിലും നാട്ടിൽ വന്നൊന്ന് ഒത്തുകൂടുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഓണം. അത് വലിയൊരു മഹത്തായൊരു ജാതിഭേദമന്യേ ഇതിൽ രാഷ്ട്രീയവും ഇല്ല, അതൊന്നുമില്ല. എല്ലാവരും വന്ന് പരമാവധി നാട്ടിൽ അമ്മടി അച്ഛൻ്റെയൊക്കെ എടുത്ത് ഒത്തുകൂടും. അടുത്ത കൊല്ലം ഓണം അടുത്ത കൊല്ലമല്ലേ, ഈ കൊല്ലം നമുക്ക് ഒന്നിക്കാന്ന് പറഞ്ഞിട്ട്. ഇനി ഞങ്ങളായാൽ പോലും വീട്ടിൽ കുട്ടികളൊക്കെ വിരുന്ന് വന്നാൽ പോലും വീട്ടിൽ അമ്മടി അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് പോരും. അങ്ങനെ ഒരു ഒത്തുചേരൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും കൂടുന്ന ഒരു ഓണം ആഘോഷം, ഒരു ഉത്സവം തന്നെയാണ് ഓണം. അടിപൊളി. അപ്പൊ എന്തായാലും ഈ കൂട്ടത്തിൽ ഏറ്റവും കൗൺസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ജിത്തുബായിയാണ്. ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബോയ് അല്ലേ, അങ്ങനെയാണ് അറിയപ്പെടാന്നാണ് തോന്നൽ പറഞ്ഞത്. എന്താ പറയാ അഭിപ്രായം ഓണത്തിന്റെ വിശേഷം പെട്ടെന്ന്? ഒന്നുമില്ല, എല്ലാവരും കൂടി വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഓണം. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ്. എല്ലാവരും കൂടി കൗൺസിലിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു അനുഭവമാണ്. അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. യെസ്. അപ്പൊ നമ്മളൊരു പൂക്കളിട്ടിട്ട് ഷർട്ടാണ് അത് നന്നായിട്ടുണ്ട്, എടുത്ത് കാണിക്കുന്നത്. എന്തായാലും വളരെ അടിപൊളിയായിക്കോളൂ. കോസ്റ്റ്യൂം കോട്ടസ് മൊക്ക മെൻസ് വെയർ. ഞാൻ തുടക്കത്തില് പറയാൻ വിട്ടുപോയതാണ്, അപ്പൊ എന്തായാലും അവര് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊറ്റടിക്ക് പറഞ്ഞു കൗൺസിലർമാരെല്ലാവരും ഉണ്ടാവും. അവർ അത്യാവശ്യം നല്ല അടിപൊളി ഡ്രസ്സും വസ്ത്രം കിട്ടണം വരിക. അപ്പൊ നിങ്ങൾ അവരുടെ ഇടയിൽ മോശമാവരുത്. പക്ഷെ കൗൺസിലർമാർ എത്ര ഇട്ടാലും നിഖിലിന്റെ അവിടെ എത്തില്ല. അത് പിന്നെ നിഖിലിന്റെ പറഞ്ഞു പറയിപ്പിച്ചതല്ല, പറഞ്ഞു പറയിപ്പിച്ചതല്ല, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നും കിട്ടില്ല. ശരി, അപ്പൊ നമ്മൾ എന്തായാലും ഞങ്ങൾക്ക് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ അവസാന സെഗ്മെന്റ് ശ്രീകോട്ടൻ പറഞ്ഞിട്ടുണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. വെയിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തീയില് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എന്റെ അവസാന സെഗ്മെന്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനോടും ഞാൻ നേരത്തെ ബക്കർക്ക് പറഞ്ഞ പോലെ കൗൺസിലർ ഇസാഖാനോടും ശ്രീകോട്ടനോടും ജയമാഷോടുമാണ് എന്നെ 3 പേർക്കുള്ള ടാസ്ക്കാണ്. ആദ്യം ശ്രീകോട്ടനോട്. ശ്രീകോട്ടൻ, ഞാൻ 2 പേര് പറയും. ആ 2 പേരെ കുറിച്ച് ചെറുതായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞോട്ടെ. കെ എം ഇസാഖ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നമ്മുടെ ജനപ്രതിനിധിയാണ് ഇസാഖ്. ഇസാഖയുടെ നേരത്തെ തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 40-45 കൊല്ലമായ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ടറിയാവുന്ന പൊതു രാഷ്ട്രീയ രംഗത്തിലെ എങ്ങനെയാണ് സുതാര്യമായിട്ട് നടത്തേണ്ടത്, ജനസമൂഹത്തോടു കൂടി നീക്കേണ്ടത് എന്നില്ലേ ഞാൻ ഒരു മാതൃക കാണിക്കുന്നതിൽ ഞാൻ വെറുതെ പറയട്ട ചില മുഖങ്ങളുണ്ട്. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട ഇസാഖിനെ, എൻ്റെ പ്രതിപക്ഷ നേതാവിനെ എപ്പോഴും ഇന്നും നാളെയും എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു നല്ല സുതാര്യ രാഷ്ട്രീയക്കാരൻ ഞാൻ വാച്യം അടിവരട്ട് പറയുന്നു. ഒരാളും കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രീകോട്ടൻ കൗൺസിലിൽ പറയുന്ന ഒരു പേരാണ് സുബീഷ്. ഒരഭിപ്രായം കൂടി. സുബീഷ് യുവജന നേതാവ്, സംശയമൊന്നുമില്ല. നന്നായിട്ട് സുബീഷിനെ തിളങ്ങാൻ പറ്റും. നല്ല പുതിയോഗ പ്രാസിംഗം കൂടിയാണ്. അപ്പൊ അതിൽ നന്നായിട്ട് കസർത്തി പറയും. അവൻ എന്താണെങ്കിൽ അത് കുറച്ച്
നമ്മുടെ തളത്തിലും കൂടി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ നമുക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും നല്ല ജനപ്രതിനിധി ആവുകൊണ്ടാണല്ലോ നിരന്തരമായിട്ട് ജയിച്ചു വരുന്നത്. വിശ്വാസമാണല്ലോ, സംശയമൊന്നുമില്ല. അങ്ങനെയാണ് സുബേഷിനെ കാണുന്നത്. നല്ല അടിപൊളി. ഇസാഖ, സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇസാഖാനോടാണ്. അതെ, ഞാൻ ഒരു കാര്യം കൂടി എന്തായാലും നമ്മളെല്ലാവരും ഉദ്ദേശിച്ച രീതിക്ക് അനുസരിച്ചിട്ട് ഈ തിരുവോണത്തിന്റെ പുലരി അല്ലെ, തിരുവോണ പുലരിയിൽ തന്നെ ഇങ്ങനെ നമ്മളെ നല്ല ഭംഗിയായി കോർത്തിണക്കിയും കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ വൺ ന്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഖിലാണ് നമ്മുടെ ഏറ്റവും നല്ല വാർത്താ മാധ്യമങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നത്. ചിലപ്പോ തോന്നും ചില കണ്ണുകൾ ചിലപ്പോ ചില ഭാഗത്തേക്കേ പോകുന്നുള്ളൂ എന്ന് തോന്നും. പക്ഷെ സ്വാഭാവികമായിട്ട് അതില്ലാതെ തന്നെ ഒരു ഗുണമുണ്ട്. അങ്ങനെ കൊടുക്കണം, എന്നാലേ ജനത്തിന് മുഴുവൻ ഇത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഇത്തരം സംഘടിപ്പിച്ചതിൽ നഗരസഭയുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സോ. സ്വാഭാവികമായിട്ടും ഞാൻ പറയാൻ പോകുന്ന ഒരു പേര് ശ്രീകോട്ടനായിരിക്കും. എന്താണ് ശ്രീകോട്ടനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ? ബഹുമാന്യനായ വൈസ് ചെയർമാൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട്. ശ്രീകു കുറെ കാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകൻ. സാധാരണക്കാരുടെ ഇടയിൽ, കുറെ നേതാക്കന്മാരുടെ ഇടയിൽ സാധാരണ രാഷ്ട്രീയക്കാരുടെ ഭാഷ പറഞ്ഞാൽ അവർക്ക് മണിയടിച്ച് അങ്ങനെ നേതാവാകുന്ന ഒരു ജാടയുള്ള രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ പ്രവർത്തകരെ അവരെ സംഘടിപ്പിക്കുന്നതിൽ മിടുക്കനാണ്. ഗംഭീര പ്രാസംഗികനൊന്നും അല്ലെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. സ്കൂളിൽ മാഷ് ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം ചിലപ്പോൾ കൗൺസിലിൽ സംസാരിക്കേണ്ടാവുക. അപ്പോൾ ആ നിലയിൽ ഒരു പൊതു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ദീർഘകാലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ നല്ലൊരു പൊതുപ്രവർത്തകൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ വേറെ രീതിയിലുള്ള സാധാരണ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ചില ആരോപണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഇതുവരെ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടത്തിലൊന്ന് പറയാനുള്ളത്, ഈ കൗൺസിൽ യോഗത്തിൽ ഭരണപരമായി അദ്ദേഹം മുൻപ് പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ പോലും അന്ന് സാധാരണ ബാങ്ക് പോവുക, മുനിസിപ്പൽ പഞ്ചായത്തിൽ വരിക, അങ്ങനെ ഒരു രീതി ആയിരുന്നത് കൊണ്ട് ഈ മുനിസിപ്പൽ ആക്ട് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ വന്നതിൽ പിന്നെ ഒരുപാട് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചായയുടെ കാശ് ഞങ്ങൾ കൗൺസിൽ അംഗീകരിക്കണം, പൈസ കൊടുക്കണം, ചായ പീടിയക്കാരന് കാശ് കിട്ടണമെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ നിയമപരമായ ഊരാക്കൊടുക്കുകൾ മുഴുവൻ അങ്ങോട്ട് വശമായിട്ടില്ല വൈസ് ചെയർമാൻ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നന്നായി നടക്കണം തന്നെയാണ് എല്ലാവരെ പോലെ അദ്ദേഹത്തിനും ആഗ്രഹമുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒറ്റ പേരും കൂടി ഒന്നും കൂടി ഞാൻ പറയട്ടെ, എനിക്ക് എല്ലാ പൊതുപ്രവർത്തകരോടും ബഹുമാനമാണ്. അവർ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അതിനെന്തൊരു കാരണം എന്നറിയും, ഒരു പൊതുപ്രവർത്തകൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി, അവൻ്റെ പോക്കറ്റിലെ പണം ചെലവഴിച്ചിട്ടുണ്ടാവും, ഒരു ദിവസം ഉറക്കൊഴിച്ചിട്ടുണ്ടാവും, അവൻ്റെ വാഹനത്തിൽ ഒരു രോഗിയെ കൊണ്ടുപോയിട്ടുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിലെ ആർക്കെങ്കിലും ഒരു ഗുണം അവൻ ചെയ്തിട്ടുണ്ടാവും. അവൻ അതിന് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ കേട്ടോ ഞാൻ പറയുന്നത്, ഒരു തവണയെങ്കിലും അനുഭവിക്കാത്ത പൊതുപ്രവർത്തകൻ ഉണ്ടാവില്ല. അവൻ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അവനെ കാണുമ്പോൾ ബഹുമാനിക്കുന്നതിൽ എന്താ തെറ്റ്? അവനെ ബഹുമാനിക്കണം. അവന് സമൂഹത്തെ സേവിക്കാൻ വേണ്ടി സ്വമനസാലെ പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ രാഷ്ട്രീയമല്ലേ, അത് ആശയപരമായി നമുക്ക് എതിരായി ചർച്ച ചെയ്യാം. വ്യക്തിപരമായി അവൻ കാണിക്കുന്ന സേവന സന്നദ്ധതയെ ബഹുമാനിച്ചേ പറ്റൂ. ഒരു പേരും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷമീജ് തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. അല്ലാതെ അങ്ങനെ പറയാൻ കാരണം എന്താ? അതങ്ങനെ പറയാ, ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. നീങ്കിലേ തന്ത്രമാണ് പുള്ളിയുടെ പ്രധാനം. ഇപ്പോ നമ്മളെ ലീഡിങ് ചാനലുകൾ ഉണ്ട്, അതിലുള്ള എല്ലാ അവതാരകർക്കും ഒരേ കഴിവാണോ? ആണോ? നിങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്ത ചാനൽ മാറ്റി മാറ്റി നോക്കണം. ഒരേ പത്രം വായിക്കുന്നവരും ഒരേ ചാനൽ കാണുന്നവർക്കും മറ്റു അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല. ഞാനൊരു 2-3 ചാനലെങ്കിലും പരിശോധിക്കും, 2-3 പത്രമെങ്കിലും വാർത്തകൾ. കാരണം 3 പത്രത്തിലെ ഒരു വാർത്തയെ സംബന്ധിച്ച് വായിച്ചാലേ നമുക്ക് അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. പല പത്രങ്ങളും പല ചാനലുകളും അവരുടെ ഒരു മനോഹിതത്തിനും കൂടി അനുസരിച്ച് വാർത്തകളെ വളച്ചൊടിക്കുന്ന രീതി. അപ്പോൾ സെമീജ് എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെയും രാഷ്ട്രീയത്തെയും തന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എങ്ങനെയാണ് എന്ന് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന ആളാണ്.
അല്ല ഞാൻ ഇതൊക്കെ ഇപ്പൊ ഈ തുറന്ന് പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് നല്ല എന്റെ നല്ല ഒരു സ്നേഹിതനാണ് കുറെ വർഷങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ പിതാവ് നല്ല സ്നേഹിതന്മാരായിരുന്നു. എന്റെ പിതാവ് രാഷ്ട്രീയക്കാരനാകുമ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും നല്ല ബഹുമാനമായിരുന്നു. അതെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ അനാവശ്യമായി നോക്കാനോ പറയാനോ ചീത്ത പറയാനോ പാടില്ല എന്നാണ്. അതാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ നല്ല ബഹുമാനം, നല്ല സ്നേഹിതന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. ഇത് കണ്ട് വളർന്നവനാണ് ഞാൻ. ആ നിലയിൽ ഒരടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് എന്നതിൽ രാഷ്ട്രീയപരമായി ഒരടുപ്പമില്ല. മനസ്സിലായോ? പിന്നെ കുറെ ആളുകളായിട്ട് കുറെ പരിചയം, കുറെ ബാങ്കിലും ഇതിലൊക്കെ ആകുമ്പോൾ നാട്ടിലുള്ള ബാങ്കിലാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിയെടുക്കുമ്പോൾ കുറെ ആളുകളായിട്ട് ബന്ധവും പരിചയമൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ വിഷയങ്ങളായിട്ടൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ രംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നഗരസഭയിലെ കാര്യങ്ങളും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ നല്ല നിലയിൽ നടന്നു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ തർക്കം, ഞാനും തർക്കമില്ലാതെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ലല്ലോ. അല്ല, എല്ലാരും അങ്ങനെ ആഗ്രഹിച്ചു എന്ന് വരില്ല. അഥവാ ആരെങ്കിലും ആഗ്രഹിച്ചു വെച്ചാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ശരി പക്ഷേ അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് രണ്ടുപേരെ ചോദിക്കുള്ളൂ. ഒന്ന് ശ്രീകോട്ടനും ഒന്ന് ഇസാഖിനെയും കുറിച്ച് പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട്. ആദ്യം വൺ ന്യൂസ് സംഘടിപ്പിച്ച ഈ വണ്ണോണം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ലൊരു പരിപാടിയായി, നല്ലൊരു കൂടിയിരിക്കലിന് അവസരം ഒരുക്കിയ വൺ ന്യൂസിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നഗരസഭാ കൗൺസിലിലെ വളരെ സീനിയറായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ആളുകളാണ് ശ്രീകോട്ടനും അതേപോലെ ഇസാഖെ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്തൊക്കെ ചെർപ്പളശ്ശേരിയിലെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. ശ്രീകോട്ടനെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമൊക്കെ ഈ അടുത്ത കാലത്താണ് ഉള്ളതെങ്കിൽ കൂടി ഒരു 2000-ന് ശേഷം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ചെർപ്പളശ്ശേരിയിലെ പൊതു രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹത്തെ സംബന്ധിച്ചറിയാം. ചെർപ്പളശ്ശേരിയിലെ പല പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആളായിട്ട് അദ്ദേഹത്തെ പരിചയമുണ്ട്. തീർച്ചയായിട്ടും ഈ കൗൺസിലിലാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി അടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായത്. പരമാവധി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്. ചിലപ്പോൾ പല ഘട്ടങ്ങളിലും അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാത്തത് അതൊരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പല ഘടകങ്ങളും അത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് പല ഘടകങ്ങളും കാരണമാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ പൂർണ്ണതയിൽ എത്താതെ പോകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീകോട്ടൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ചു പോകാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷെ അത് പൂർണ്ണതയിൽ എത്തുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. എന്തായാലും അതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഇസാഖിനെ സംബന്ധിച്ച് കഴിഞ്ഞ കൗൺസിൽ മുതൽ ഞാൻ നേരത്തെ 2015-20 ആദ്യത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തന്നെ കൗൺസിൽ ആ ടേമിൽ ഞങ്ങൾ ഒരുമിച്ച് കൗൺസിലർമാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഇസാഖെ വന്ന ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ? ഇസാഖെ അന്ന് ആദ്യമായിട്ട് തന്നെയാണ് അന്ന് കൗൺസിലറാവുന്നത്. ഞങ്ങൾ രണ്ടുപേരും അന്ന് ആദ്യമായിട്ട് ജനപ്രതിനിധികളാവുന്ന സമയമാണ്. അപ്പോൾ ആ സമയം മുതലുള്ള അടുത്ത ബന്ധമാണ്. പലപ്പോഴും ഞാൻ ഒരു സീനിയർ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൊക്കെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഒക്കെ പല വിഷയങ്ങളിലും മുൻകാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ തേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ വളരെ സുതാര്യമായി രാഷ്ട്രീയ രംഗത്ത് ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയരാവാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങളൊക്കെ ചെർപ്പളശ്ശേരിയുടെ പൊതുരംഗത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് കൂടി മാതൃകയാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും പരിശ്രമിക്കാറുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം മാതൃകയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വളരെ നല്ല നിലപാടുകൾ പൊതുരംഗത്ത് സ്വീകരിച്ചു പോകുന്ന ഒരു സുഹൃത്താണ്. അവരെ രണ്ടുപേരെ സംബന്ധിച്ചും വളരെ നല്ല അഭിപ്രായമാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 3 പേരും 3 രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളും അതിരൂക്ഷമായ ഭാഷയിൽ പരസ്പരം തുറന്നു പറയുന്ന സമയത്തും പരസ്പരമുള്ള വ്യക്തിപരമായ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഈ ചെർപ്പളശ്ശേരിയുടെ പൊതുരംഗത്തിന് ഗുണകരമാവുന്ന കാര്യങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എല്ലാ കാലത്തും തയ്യാറാണെന്ന് മാത്രം അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ തന്ത്രശാലി ഒരു കമന്റിൽ അതെ, തന്ത്രശാലിയാണ് എന്ന് പറഞ്ഞപ്പോ ഇന്ന് രാഷ്ട്രീയക്കാർ തന്ത്രശാലികളല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട്? തന്ത്രശാലികളാണ്, പക്ഷെ അതിൽ എത്തിക്സ് വേണം.
Ethics വേണം. നിലപാട് വേണമെന്നുള്ളതാണ് ഏറ്റവും ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഇസാക്ക സൂചിപ്പിച്ചത് ഇസാഖാന്റെ പിതാവുമായി നടത്തിയിട്ടുള്ള മറ്റേ എൻ്റെ ഉപ്പയും ഉള്ള ബന്ധവും ഇസാഖാന്റെ പിതാവും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മറ്റേ തലമുറകളായിട്ട് പിന്തുടർന്ന ഒരു സംസ്കാര ശൈലിയാണ്. അപ്പോൾ അതെന്തായാലും ആ മൂല്യം എന്തായാലും അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഏത് ആശയത്തിൽ വിശ്വസിക്കുന്ന പൊതുപ്രവർത്തനാണെങ്കിൽ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്. അത് നേരത്തെ സഖ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുപ്രവർത്തനം അവരെ ബഹുമാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഈ നേരത്തെ നമുക്ക് ഈ തിരുവോണ നാളിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സമരമൊക്കെ യുവാക്കളുടെ നടന്നത്. അതിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും അങ്ങനെ നമ്മൾ പുതിയ ജെൻസി എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയെ നമ്മൾ മാറ്റി നിർത്തിയപ്പോഴൊക്കെ ഇപ്പോഴും അവർക്കുള്ളിലുള്ള ആശയങ്ങളും അവരുടെ ആയുധങ്ങളും ഒക്കെ തന്നെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നമുക്ക് മുന്നോട്ടുള്ള ഒരു പുതിയ തലമുറയെ മുന്നോട്ടുള്ള ഒരു കാലത്തേക്ക് ഉള്ള വലിയൊരു എന്താ പറയുക നമുക്കൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം നിലനിൽക്കേണ്ടതും ആ രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ തീർച്ചയായും അതിൽ നിലപാടുകൾ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയത്തിനാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് മാത്രമാണ് പറയുന്നത്. ഹായ്, ഓണം ഓഫറിൽ ടിവിയും ഫോണും വാങ്ങണം, അതല്ലേ പ്ലാൻ? നല്ല പൊളി ഓഫറുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, നമ്മൾ റെഡിയല്ലേ? കമ്പകെട്ട് പൊട്ടട്ടെ, മുണ്ട് മടക്കി കുത്തട്ടെ, ചെണ്ടമേളം കൊട്ടി കയറി കേരളക്കര ഞെട്ടട്ടെ. മാവേലി വരുമോ, സമ്മാനങ്ങൾ തരുമോ, തന്നാലും ഇല്ലേലും നോൺ സ്റ്റോപ്പ് ആഘോഷം. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫർ. 25 സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനം. ഓഫർ മാത്രമല്ല, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങളും. ഈ ഓണം പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചപ്ലശ്ശേരി. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഉത്സവമാണ്. അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെ ഒക്കെ സന്ദേശം നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം. എല്ലാ ഈ തിരുവോണ ദിനത്തിൽ വൺ ന്യൂസ് ചാനൽ എല്ലാവിധ ആശംസകളും നേരുന്നു. വാർഡിൽ എല്ലാവരും കൂടി ഓണാശംസ പറഞ്ഞേക്കും. നമ്മുടെ ചേച്ചി പൊളിക്കില്ല നമ്മള്. പറയൂ, എന്തൊക്കെയുണ്ട് ഓണ വിശേഷങ്ങൾ പറയൂ. മിണ്ടാതിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ നന്നായിട്ട് പാടും. ഇല്ല, പാട്ട് പാടും. ഒരു പാട്ട് വൺ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാട്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരാവാം. അതെ, നിർബന്ധിച്ചിരിക്കുന്നു. ഒറ്റ തവണ ഒരു പാട്ട് കൂടി പ്ലീസ്. പാട്ട് ആലോചിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഒരാളോട് ചോദിക്കാം, ചേച്ചി എന്താണ് മിണ്ടാണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലാന്ന്. ഓണായിട്ട് വിശേഷം സുഖാണ്. പിന്നെ ഓണായിട്ട് ഇന്ന് തിരുവോണായിട്ട് വീട്ടിൽ എന്ത് പായസം ഉണ്ടാക്കിയത് അത് പറഞ്ഞേ. തിരുവോണായിട്ട് പാലടയും പരിപ്പും. എന്താ ഗംഭീരം ഗംഭീരം ഗംഭീരം, ഒന്നും പറയാനില്ല, ഗംഭീരം. ഇത്ര പ്രതീക്ഷിച്ചില്ല. അത് ചേച്ചി ഇവിടെ ഒരാളെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ഭാഗം ഒരു പാട്ട് വേണം. നമ്മുടെ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ചിട്ട് വൺ ന്യൂസുകാര് വൺ ഓണം എന്നുള്ള ഒരു ആഘോഷ ചടങ്ങ്. ഒരു വരി കൂടി ഉണ്ട്, പൊന്നോണം കൂടി ഉണ്ട്. വണ്ണോണം പൊന്നോണം. പൊന്നോണം ഞങ്ങളുടെ, നിങ്ങൾ വന്നപ്പോ ഒരു പൊന്നോണായി. ഓക്കെ, ഞങ്ങൾ പൊന്നോണം
ആക്കി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിനെന്തായാലും വളരെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൗൺസിൽ യോഗങ്ങളും നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടെങ്കിലും ഇങ്ങനെ ഒന്നിച്ചൊരു വേദി ഉണ്ടാക്കി തന്നത് നിങ്ങളെ വൺ ന്യൂസിന് പ്രത്യേകം അഭിനന്ദനം. പിന്നെ ഇപ്പോൾ ഓണത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ പഴയ ഓണക്കാരാണ് ഞങ്ങളൊക്കെ. ജ്യോതി പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇന്നത്തെ പൂക്കളല്ല, ഞങ്ങളെ പോലുള്ള കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല ഞങ്ങളുടെ ഓണാഘോഷം. പൂക്കളത്തിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂക്കളത്തിന് നീ എത്രമാത്രം കഷ്ടപ്പെട്ടു അതിൽ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്ത്. ഒരു കൊട്ടയെടുത്ത് അങ്ങനെ ഞങ്ങൾ പാടം പറമ്പൊക്കെ നടന്നിട്ട് പൂക്കൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് അങ്ങനെ പൂക്കളിട്ടായിരുന്ന അങ്ങനെ വളർന്നു വന്നവരാണ് ഞങ്ങളുടെ തലമുറ. ഇന്നെല്ലാം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇതേപോലത്തെ കൂടെ കിട്ടുന്ന കാലങ്ങളായിരുന്നു. അങ്ങനത്തെ ഒരു വ്യത്യസ്തത ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ മാതേവി വെക്കലും ഒരു കൊടയുടെ അന്നത്തെ അങ്ങനത്തെ ഒരു ആൾക്കാരുടെയൊക്കെ ഒരു കൊട കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കണതും മാതേവർക്ക് അങ്ങനെ കുറേ നല്ല അനുഭവങ്ങൾ നമുക്ക് ഓർമ്മകളിൽ നല്ല ഓണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളെ. ഇപ്പൊ നമുക്കെല്ലാം വ്യത്യസ്തമാണ്. എല്ലാം വെച്ചാൽ കിട്ടും. അത്രയൊക്കെയാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട് അശോകേട്ടാ, ഈ ചോദ്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ടാണ് ചോദിക്കാറ്. ഒരു മൂന്ന് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം. എന്തെങ്കിലും നമ്മോട് ചോദിക്കാനുണ്ടോ? സത്യത്തില് നമുക്ക് ഒന്ന് ചോദിക്കാറ് ഉണ്ടാവണമല്ലോ. ആ ചോദ്യം എവിടെയാണ്? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ? സമീപത്ത് കണ്ട ട്രോളാണ്. അപ്പൊ അതൊന്ന് എടുത്തു. അതിലെന്തെങ്കിലും പറയാണ്ടോ? ആ ട്രോള് ഭയങ്കര രസമായിരുന്നു. ആ ട്രോളിനെ കുറിച്ച് നമ്മൾ നഗരസഭയിൽ സംസാരിച്ചാണ്. ഷമീജിക്ക മറുപടി വരും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ ചെർപ്പളശ്ശേരിയിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് നിലനിൽക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തന രംഗത്ത് മറ്റാരേക്കാൾ കൂടുതൽ നമുക്ക് മുൻപിലുള്ള ഒരു മുഖമായിരുന്നു നിഖിൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ. അത് സംശയമൊന്നുമില്ല. ഇപ്പോൾ വൺ ന്യൂസ് ഒരു ഓൺലൈൻ ചാനലിലേക്ക് വരുന്നതിന് മുൻപും രീതികളിലും നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുള്ള ഒരു വ്യക്തി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ചാനലുകളിനകത്ത് വിമർശനാത്മകമായിട്ട് നമ്മൾ പറയുമ്പോൾ മാത്രമാണ് ആ ചാനൽ ശരിക്കും ജനകീയമാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ പലരും വൺ ന്യൂസിൻ്റെ ഓൺലൈൻ പേജിൽ പലരും താഴെ കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായും വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുമ്പോൾ ആ ചാനൽ ജനമധ്യത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് പറയുന്നത്. എനിക്കിപ്പോ തൊപ്പിയൊക്കെ വന്നപ്പോ ഇനിയിപ്പോ എല്ലാ ന്യൂസിന്റെ അടിയിൽ എനിക്ക് തൊപ്പി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് വരുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ഷമീജ് അത് വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തൊപ്പി വെളുത്തില്ല. ശരി, ഓക്കെ. ചേട്ടാ, ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര ഒരുമയുടെയും അതേപോലെ തന്നെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താ അറിയോ? നമ്മളെപ്പോ നഗരസഭയിലേക്ക് ചെല്ലുമ്പോഴും നമ്മളെ ഒരു സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ മോനെ പോലെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാള് നമ്മുടെ നഗരസഭയിലുണ്ട്. അതാരാണെന്ന് നിഖിലേട്ടന് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് ഊഹിക്കാനല്ല, എനിക്ക് വേണമെങ്കിൽ തന്റെ മുന്നിൽ ഇരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാനേ ഇത്ത സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പ്രോഗ്രാം രാജേഷ് കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പ്രോഗ്രാം ഞാൻ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നിന് രണ്ട് മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു ബുക്കും ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല, പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ സാരില്ല മോനെ, ഞാൻ വാരിത്തരാന്നാണ് പറഞ്ഞത്. അത്രയും സ്നേഹമാണ്. തീർച്ചയായിട്ടും എപ്പോ ചെന്നാലും ആ ഒരു സ്നേഹത്തോടെയാണ് ഇത് നമ്മളെ നഗരസഭയിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഓണത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ആദ്യമായി ഞാൻ എല്ലാ മലയാളികൾക്കും നമ്മളെ നഗരസഭ പരിധിയിൽ വരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ എൻ്റെ ജനങ്ങൾക്കും ഓണാശംസകൾ അറിയിക്കുകയാണ്. എനിക്കിപ്പോ ഈ നിഖിലും ഈ കുട്ടിയും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു എന്താ പറയാ ഉമ്മ എന്നുള്ള ഒരു ഇത് വന്നു. എന്നെ എല്ലാവരും സാബിമാന്നാ വിളിക്കാം. പാലിയേറ്റീവിലാണെന്നുണ്ടെങ്കിലും എല്ലാ ആളുകളും എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും സാബിമാന്നാ വിളിക്കാം. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളെ എൻ്റെ വീട്ടിൽ സ്വന്തത്തിലും കുടുംബത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്നെ എന്നെ മാത്രം പൊക്കി പറയില്ല, എന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെല്ലാം കളിക്കും ഞാൻ ഉണ്ടാവും. ഏത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അനിയത്തിയുടെ മക്കളാണെങ്കിലും ആങ്ങളമാരുടെ മക്കളാണെങ്കിലും കല്യാണത്തിന്റെ ആ സമയത്തും എല്ലാവരും അവരെ ഡ്രസ്സ് എടുക്കാനും അവരെ അണിയിച്ചൊരുക്കി കൊടുക്കാനും ഒക്കെ ഈ സാബിമ ഉണ്ടാവുക. അപ്പൊ അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ തന്നെയാണ് എനിക്ക് എല്ലാവരും ഞാൻ മോളെ മോനെ അങ്ങനെ വിളിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അപ്പൊ സാബിമോടൊരു ചോദ്യം, ഇതിലിപ്പോ എല്ലാവരെയും ഉടുക്കുന്നതും കാണിക്കുന്നതൊക്കെ ഭംഗിയിലാണെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവും സുന്ദരനാരാ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ സാബിമയാണ്. ഞാൻ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ എനിക്ക് എല്ലാവരും ഞാൻ മക്കളെ പോലെയാണ്. അപ്പൊ എനിക്ക് ആരെ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ മുന്നിലിരിക്കുന്ന നിഷാദൊക്കെ വളരെ അധികം ഭംഗിയിലാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നിഖിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിത്തു ഒക്കെ എന്റെ മക്കളെ മുന്നിൽ
അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഓണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാന് ഓണത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എനിക്ക് ഞങ്ങളുടെ ബാപ്പായിട്ട് തന്നെ ഈ ജാതി മതം അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എല്ലാവരും ഒരേപോലെ, എല്ലാവരെയും ഒരേപോലെ കാണണം. നമ്മൾ എവിടെ വെച്ചിട്ട് നമുക്ക് അപകടം പറ്റുക, എവിടെയെങ്കിലും വെച്ച് നമുക്ക് മരണം സംഭവിക്കും, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആരാണ് നമ്മളെ സഹായിക്കാന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും ജാതി മതം അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനോ അതിനൊന്നും ഞങ്ങളെ വീട്ടിൽ ആരും സമ്മതിച്ചിരുന്നില്ല. അതേപോലെ ഓണാണെന്നുണ്ടെങ്കിലും അവരെ പോലെ നമ്മൾ ആ സമയത്ത് ഡ്രസ്സ് എടുക്കും, ഭക്ഷണം ഉണ്ടാക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ വീട്ടിൽ 3 ദിവസം ഉണ്ടാവും ഓണം. 2 മക്കളുടെ വീട്ടിൽ 1 ദിവസം തറവാട്ടിലും. ആ ഓണമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഒരുക്കുക. ഇപ്പോഴാണെങ്കിൽ എല്ലാം റെഡിമെയ്ഡാ. ഇപ്പൊ പിന്നെ ഓണത്തിന്റെ അന്നാണെങ്കിലും പിന്നെ ഓരോ ഇവിടെ ഏൽപ്പിക്കുക, പായസവും ടിഫിനും കൊണ്ടുവന്ന് അവിടെ വെച്ച് ഈ ഓണത്തിന്റെ അന്നെങ്കിലും ഈ റെഡിമെയ്ഡ് മാറ്റാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊരു നാച്ചുറൽ പൂട്ട് ആക്കാമായിരുന്നു. ഞങ്ങളെല്ലാവരും സഹായിക്കുമായിരുന്നു കുറച്ച് നേരത്തെ വന്നിട്ട്, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് അല്ലേ. ഇപ്പോ പപ്പടം അടക്കം റെഡിമെയ്ഡ് പാത്രത്തിലാണ് വരിക. അതും കൂടെ ഉണ്ടാക്കാത്തൊരവസ്ഥയാണ്. ഞങ്ങള് എല്ലാവരും കൂടി ഓണം ഒരുക്കിയതും ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ട്, അവരുടെ സാമ്പാർ അവിയലൊക്കെ മറക്കാൻ പറ്റാത്ത അത്ര സ്വാദാണ്. ഞങ്ങളെല്ലാവരും കൂടെയാണ് അത് ഒരുക്കുക. രാത്രി അവിടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ള അമ്മിയിലൊക്കെ അരച്ച് സാമ്പാറിനടക്കം എല്ലാം അതും അരച്ചുണ്ടാക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടാണ് അതിന്നൊരു മാറ്റം വന്ന് എല്ലാം റെഡിമെയ്ഡ് ആയത്. ഓണത്തെ കുറിച്ച് എനിക്ക് നല്ല എൻ്റെ ഓർമ്മകളും ഇതൊക്കെ അതാണ്. ഓക്കെ, അടിപൊളി. ഇവിടെ എന്താ ആദ്യമായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഓണത്തിന് ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഓണത്തിന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, അടുത്തുള്ള വീട്ടിലൊന്നും കൊണ്ടില്ല. അതേപോലെ പെരുന്നാൾ അവിടെ 3-4 വീട് ഉണ്ടാക്കില്ല, നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ സൗഹാർദ്ദത്തിൽ കഴിയുന്നതാണ് സ്നേഹം. പിന്നെ ഓണത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പുളിയഞ്ചി, ശർക്കരപ്പേരി, പിന്നെ വടവേപ്പില അച്ചാറ്. ഇതൊക്കെ അവർ കൊണ്ടും ചെയ്യല്ല. അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അരി നെല്ല് എന്നുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതിനെ ചോറിന് ഉപയോഗിക്കല്, നെല്ലുണ്ടാക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, അരിന് ഉപയോഗിക്കാറില്ല. ഇല്ല അത് ഇപ്പൊ ഒരു പ്രാവശ്യമല്ലേ നാടിനുള്ളൂ, അതുകൊണ്ട് ഇല്ല. മറ്റേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഈ ഓണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊയ്തിട്ട് ആ നെല്ല് ഉണക്കി കുത്തിയിട്ട് തന്നെ ഓണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അതില്ല, ഇപ്പൊ എല്ലാവരും വാങ്ങിക്കൊണ്ടില്ല. പക്ഷെ വീട്ടിൽ കഴിഞ്ഞിടത്ത് തന്നെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നന്ദി എടുത്താൽ കൂടി. നിഖിലേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാളും കൂടി ഉണ്ട് നമ്മൾ സംസാരിക്കാൻ. കാരണം എന്താ അറിയോ, അയാളെ പരിചയപ്പെടുത്തുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താ അറിയോ, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കും. അതെ, എല്ലാരും പറഞ്ഞു സുഹറാബിത്തേനെ എപ്പോഴും എപ്പോ കാണുമ്പോഴും നല്ല ചിരിയോടെ ഉള്ളൂ പ്രതികരിക്കുക. അല്ല സുഹറാബി കൗൺസിലോട് കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരിക. എന്താണെന്നറിയോ, നിനക്ക് 12-ാം വാർഡും 13-ാം വാർഡും ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടെന്ന്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇവിടെ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും അവിടെ ഉള്ള സ്റ്റാഫുകൾക്കും അങ്ങനെയാണ്. സൈൻ ചെയ്യുമ്പോൾ വരെ അല്ലെങ്കിൽ എഴുതി കൊടുക്കുമ്പോൾ വരെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ 2 ടേമായിട്ട് 12 വാർഡ് കൗൺസിലറാണെന്ന് അറിയാലോ. അല്ല, അവിടേക്ക് വരുന്ന പദ്ധതികൾ മാറുന്നില്ലല്ലോ. പദ്ധതികളുടെ ഒക്കെ കാര്യം നമ്മള് ഇപ്പൊ പദ്ധതികൾ വെക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് ഇനിയിപ്പോ എങ്ങനെയാണെന്ന് നമുക്കറിയാം എന്തായാലും. പിന്നെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണത്തിന്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതാകുമ്പോൾ ഞങ്ങള് അടുത്ത വീടുകളിലേക്ക് ഓണം ഉണ്ണാൻ പോയിരുന്നു. തിരിച്ച് നമ്മൾ പെരുന്നാളിന് അവരിങ്ങോട്ടും വരുന്ന അങ്ങനെ ഒരു നല്ലൊരു ഓർമ്മയാണത് ഓണം ആഘോഷിക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ സന്തോഷം, ഞങ്ങളുടെ ചാനലിന്റെ സന്തോഷം. കാരണം ഇത് ഔദ്യോഗികമായിട്ട് നമ്മൾ സെപ്റ്റംബർ 1 ഇത് പ്രഖ്യാപിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറയുള്ളൂ. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓണത്തിന് ഒത്തുകൂടി കിട്ടിയ നമ്മൾ ഈ സന്തോഷം വേറെ ആരോട് പറയാനാണ്. നേരത്തെ ഷെമീജിക്ക് പറഞ്ഞു വെച്ച പോലെ നമ്മുടെ ചാനൽ ഒരു 3 വർഷത്തോളമായിട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ കാണാൻ പറ്റും. പലർക്കും ഈ പറയുന്ന പോലെ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പലരോടും ചിന്തിച്ചത് ഒരു കേബിൾ ടി വിയിലേക്ക് വരണോ എന്നൊരു 100 ആൾക്കാരോട് ചോദിച്ച് അവസാനം നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് കേബിൾ ടി വിയിൽ വരണം, ഇത് കേബിൾ ടി വിയിൽ കാണാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ 1 മുതൽ കേരള വിഷനിൽ നമ്മൾ ചാനൽ സംപ്രേഷണം വീടുകളിലെത്താണ്. അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി നമ്മൾ നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് നമ്മൾ വളർന്നത്. അത് ഈ പറയാതിരിക്കാൻ കഴിയില്ല. ഈ വേളയിൽ ഇവിടുത്തെ ചെർപ്പളശ്ശേരിയിലെ വ്യാപാരി സമൂഹം, അതേപോലെ തന്നെ ചെർപ്പളശ്ശേരി നഗരസഭ, എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. നിങ്ങൾ പല സമയങ്ങളിലും നമ്മളെ വിളിച്ചു പറഞ്ഞ് എടാ നീ ആ വാർത്ത എന്താ അങ്ങനെ ആയത് ഇങ്ങനെ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണവും സപ്പോർട്ടും സ്നേഹവും തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഒരു കാര്യം കൂടി പറയട്ടെ,
ഏതെങ്കിലും രീതിയിൽ വാർത്ത ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, വീണ്ടും ഇതേ പ്രവർത്തനം തുടരും. അപ്പോ വീണ്ടും ക്ഷമിക്കണം. അപ്പോ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട കൗൺസിലർമാർക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനങ്ങളുണ്ട്. അത് മറ്റാരുമല്ല, നിവ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ല സ്നേഹ സമ്മാനം, അതേപോലെ യുവാക്ക ഫാഷൻ സ്റ്റോർ നൽകുന്ന സമ്മാനമുണ്ട്. ചെറിയ ബോക്സ് മതി, നിവ ഗോൾഡിന്റെ ചെറിയ ബോക്സ് മതി. അല്ല, ബോക്സ് ആണോ അതോ ഓർണമെന്റ്സ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മളെ ചെയർപേഴ്സണെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ചെയർപേഴ്സൺ തന്നെ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കൂടെ നിവ ഗോൾഡിന്റെ പ്രതിനിധി ഉണ്ട്. ഇതിന്റെ പേര് രതീഷ് ഏട്ടനുണ്ട്. അപ്പൊ എന്തായാലും അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ സ്നേഹ സമ്മാനം കൊടുക്കുന്നത്. ചെയർപേഴ്സണുള്ള ഗിഫ്റ്റ് വേറെ ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ട് ചെയർപേഴ്സണെ. അപ്പൊ ഞാനൊരു ടാസ്ക് തരാം. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആള് ചെയർപേഴ്സണ് ഈ ഇരിക്കുന്ന കൗൺസിലർമാരിൽ, അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഈ ഇരിക്കുന്ന കൗൺസിലർമാരിൽ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട അങ്ങനെ ചിന്തിക്കണ്ട, ചെയർപേഴ്സൺ ഹാർഡ് വർക്ക് ഇല്ലാതെ വാർഡുണ്ടോ? ആ ഹാർഡ് വർക്ക് കൗൺസിൽ യോഗത്തിലാണോ അതോ വാർഡിലാണോ എന്ന് തീരുമാനമാക്കണം. ഓക്കെ, എടുത്തു പറയാൻ പറ്റുന്ന ഒരാൾക്ക് നന്നായിട്ട് കണ്ണോടിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്ത് രീതിയിലാണ്? എല്ലാ രീതിയിലും വാർഡിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ചെയർപേഴ്സൺ അറിയാലോ, ഇന്നത് എപ്പോഴും വന്ന് ചെയർപേഴ്സണോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, എന്റെ വാർഡിൽ ഇത് ആവശ്യമുണ്ട് അത് ആവശ്യമുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ ചെയർപേഴ്സൺ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കും ഈ കൂട്ടത്തില്. ബുദ്ധിമുട്ടിക്കല്ല, ഞാൻ ഡെയിലി വരുന്ന, അല്ലെങ്കിൽ ഞാനും അദ്ദേഹവുമാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാറ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബക്കർക്ക. നല്ല കാര്യമാണ്. സ്നേഹത്തോടെ വരും പ്ലീസ്. അതെ, ബക്കർക്കാണ് ആദ്യത്തെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരാളെ കൂടി വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കും? എന്ത് മാനദണ്ഡമായാലും കുഴപ്പമില്ല. മാനദണ്ഡമൊക്കെ കയ്യിൽ നിന്ന് പോയിരിക്കണം പറഞ്ഞില്ലേ? സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ ബക്കർക്കാണ് ആദ്യം ചെയർപേഴ്സൺ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബക്കർക്ക സ്നേഹത്തോടെ മേടിച്ച് രണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഒരാളെ കൂടി നമുക്ക് വിളിക്കാം. അപ്പൊ ഇസാക്ക വരും. ഞാനാണ് വിളിച്ചത്. സ്നേഹത്തോടെ വിളിക്കാം. ഉദ്ദേശിച്ച ആള് ഇസാക്കന്നെ. അതാണ് സീപ്പിയുടെ മനസ്സിൽ ഞാൻ ഇവിടെ അറിഞ്ഞു പറഞ്ഞില്ലേ. രാഷ്ട്രീയത്തിൽ സ്വന്തമായ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണ ഒരു ആളാണ് നമ്മുടെ ഇസാക്ക. ഇപ്പൊ നമ്മളെ എതിർ പാർട്ടി അല്ലെങ്കിൽ കക്ഷി ആണെങ്കിൽ കൂടി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും നേതാവാണെങ്കിലും നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. രാഷ്ട്രീയപരമായിട്ടല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നല്ല അനുഭവങ്ങൾ നമ്മളിത് ഇപ്പം പുതുതായി വന്ന ഒരു ഫീൽഡ് മേഖല ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസാക്കാനെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇനി ആരെയും പറയുമ്പോൾ ക്ഷണിക്ക്. ശരി, അപ്പോൾ ഇസാക്കാന് നമ്മുടെ സ്നേഹ സമ്മാനം കൊടുക്കുന്ന നിവ ഗോൾഡിന്റെ പ്രതിനിധി രതീഷ് ഏട്ടൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. നമുക്ക് സമയപരിധി മൂലം നമ്മൾ രണ്ടുപേരിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടോടുകൂടി അവസാനിപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച് പാടണം, ഒരുമിച്ച് ഡാൻസ് കളിക്കണം. നമുക്ക് രസമായിട്ട് ഈ ഒരു സ്ഥലത്ത് ഗംഭീരമാക്കാം. ഇവിടെ തന്നെ വേണം. യുവാക്കളുടെ ഒരു സ്നേഹ സമ്മാനമാണ്. അപ്പൊ ഈ സമ്മാനം നല്ലൊരു ഷർട്ടാണ്, ഗംഭീര ഷർട്ട്. അപ്പൊ ഇത് ആർക്ക് കൊടുക്കണം നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആരാ? ഷെമിജിക്കാൻ ഞാൻ നിങ്ങൾ തരില്ല. ഷെമിജിക്കാന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഷെമിജിക്ക് എപ്പോഴും പറയുന്ന ഒരു പേരാണ് അശോകേട്ടന്റെ പേര്. അശോകേട്ട സൗണ്ട് ഒന്ന് കുറയ്ക്കും. അപ്പൊ അശോകേട്ട സ്നേഹത്തോടെ ഷെമിജിക്കാന് കൊടുക്കാം. സ്നേഹത്തോടെ ഷെമിജിക്കാന് കൊടുക്കാം. അല്ല, ഇതിൽ തിരഞ്ഞെടുത്തത് ഷെമിജന്റെ അർഹൻ, യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും ആളുടെ ഇടയിൽ തന്ത്രശാലി അങ്ങനെ അതൊക്കെ കിട്ടിയ പട്ട അവൻ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ അത് കിട്ടണം. അതിൽ ഒരു തെറ്റുമില്ല. 100% പെർഫെക്റ്റ് ആണ്. 100% പെർഫെക്റ്റ് ആണ്. അല്ല, അതിൽ ഞാൻ ഒന്നും പറയില്ല. എന്റെ 5ാം വാർഡ് വിട്ടിട്ട് വേറെ ഒരു കാര്യമല്ല. അതിൽ ഞാൻ എന്നും അവരുടെ ഒപ്പം തന്നെയാണ്. താങ്ക് യു അശോകേട്ട. വൈൻഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ഒരു നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സന്തോഷമായി. കാരണം ചെർപ്പശ്ശേരിയിൽ തന്നെ പുതിയൊരു അനുഭവമാണ്. കഴിഞ്ഞ കൗൺസിലർമാരായിരുന്ന ആളുകൾക്കാണെങ്കിലും
ഇപ്പോൾ നിലവിലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വലിയൊരു നല്ലൊരു അനുഭവം തന്നെയാണ് ഈ വൺ ന്യൂസ് വണ്ണോണം ഒരുക്കിയിട്ടുള്ളതിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അവസരം വീണ്ടും നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി വീണ്ടും ഇനി വരുന്ന ആളുകളിൽ ഓണം ഇതുപോലെ വൺ ന്യൂസിനോടൊപ്പം നേരത്തെ പറഞ്ഞ ചാനലുമായിട്ട് നമ്മൾ കേബിളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വൺ ന്യൂസിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനി വരുന്ന ആളുകൾ ഇതുപോലെ ഒത്തിരുന്നു കൊണ്ട് ഒരുപാട് ഓണം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് നിവ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വണ്ണോണം പൊന്നോണം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചെർപ്പശ്ശേരി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരുമായിരുന്നു. ഒരുപാട് ഓണവിശേഷങ്ങൾ, അതേപോലെ തമാശകൾ, പണ്ടുകാലത്തെ ഓണക്കാര്യങ്ങൾ, അങ്ങനെ കൗൺസിൽ വിശേഷങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു, കൗൺസിൽ വിശേഷങ്ങൾ എല്ലാം പറഞ്ഞു. വീണ്ടും ഒരു ഓണക്കാലത്തിന് വേണ്ടി നമ്മൾ ഇതിൽ കാത്തിരിപ്പാണ്. ഓണവിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വർഷം പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓഫറുകളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഡെയിലി വിയർ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾക്കും പണിക്കൂലി 1% മുതൽ. സിംഗപ്പൂർ, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% വരെ മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. മെഗാ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ ഡിസ്കൗണ്ട്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷകാലം നിവ ഗോൾഡിനോടൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.